ഉപയോഗിക്കുന്നുണ്ട്, നമുക്കറിയില്ല അതിനെ കുറിച്ച്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു, ഞങ്ങള് കാന്തപുരത്തിനെ കുറിച്ച് അയാൾ കളവ് പറയുന്ന മനുഷ്യനാണ്, ഉസ്താദിന്റെ കുരുത്തക്കേട് കിട്ടിയ മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് തെറ്റാണോ, ഇത് പറയാൻ പാടില്ലേ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ചൂടാകുകയാണ്. നമ്മളെ മോനാനു സാഹിബ് വന്നിട്ടുണ്ട്. കുറെ നാളുകളായിട്ട് ഇപ്പൊ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ സ്ഥിരം സാന്നിധ്യമാണ്. പഴയതുപോലെ ചൂടാവൊന്നും ആകാതെ, മുറാക്കിബിനെ പോലെ ചൂടാകാതെ മാന്യമായിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു ശൈലിയിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മോനാനു എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി മൈക്ക് റെഡ്യൂസ് ചെയ്യുന്നു. മറ്റുള്ളവർ സഹകരിക്കണം എന്നറിയും. ഒരു സത്യം ഞാൻ ആദ്യം പറയണം, ഇല്ലാത്തത് പറയരുത്. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കില്ല. ചോദ്യം ചോദിക്കാൻ ARCKP പോരാ. ഞാൻ അന്ന് ഒരു ചോദ്യം ചോദിക്കാൻ പുറപ്പെട്ടതാണ്. പക്ഷെ ഒരു വിവരമുള്ള പണ്ഡിതനാണ് സംശുദ്ധി ഫൈസി എന്ന ഞാൻ മനസ്സിലാക്കി. പക്ഷെ അദ്ദേഹം അതിലും മാളത്തിലുള്ളത് വലിയതാണെന്ന് തെളിയിച്ചു തന്നു. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കൂല നിങ്ങളോട്. പക്ഷെ 100 പൈസക്ക് വന്നത് ചോദ്യം ചോദിക്കാറുണ്ട്. നിങ്ങളെ പറ്റി, നിങ്ങളെ പറ്റിയൊരു ചോദ്യം ചോദിക്കാനുണ്ട്. പിന്നെ ഞാനിപ്പം വരാൻ കാരണം, ഞാൻ വന്നപ്പോൾ ആരോ എനിക്ക് ടെസ്റ്റ് അടിച്ചിന് ARCKP SKS റൂമിൽ കളച്ചു മറിക്കുന്നു എന്നൊക്കെ എന്തൊക്കെയോ ടെസ്റ്റ് അടിച്ച് കണ്ടു. അപ്പൊ നിങ്ങൾ ഒന്ന് നോക്കിയതാണ്, ജസ്റ്റ് ഒന്ന് നോക്കിയ. കാരണം നിങ്ങൾ ചോദ്യം ചോദിക്കാൻ പോയിട്ട്, ഞാൻ പറയട്ടെ, കേവലം നിങ്ങൾ പറയുന്ന സംസാരത്തിന്റെ ശൈലി വെച്ച് സ്വന്തം മകളെ നിക്കാഹ് നടത്താനോ ഒരു നിക്കാഹിന്റെ സദസ്സിൽ സാക്ഷിയാവാനോ പോലും യോഗ്യമില്ലാത്ത അത്ര തരം താഴ്ന്നിട്ടുണ്ട് താങ്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ നിർത്തുന്നു. അല്ല, അദ്ദേഹത്തിന് PM അടിച്ച് ശല്യം ചെയ്യരുത് കേട്ടോ. മോനാനവിടെ പോയി മറുപടി പറയണ്ടേ? അപ്പൊ അല്ലെ, എനിക്ക് മകള് 3 അപ്പൊ അവരെ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റൂല എന്നൊക്കെ പറയുമ്പോ നമ്മള് മൂപ്പര് ചോദ്യം ചോദിക്കൂല, ഉത്തരം പറയാറ്. മോനാൻ ഉസ്താദ് വന്നിട്ടുണ്ട്. മോനാൻ ഉസ്താദ്, മകള് 3, മകൻ 2, മൊത്തം 5. അൽഹംദുലില്ലാ. അള്ളാഹു ഇനിയും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, ആമീൻ എന്ന് സാന്ദര്യമായി ദുആ ചെയ്യുന്നു. അപ്പൊ 3 മക്കളുണ്ട്. നിങ്ങൾ പറയാണ് നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റൂല എന്ന്. ഇപ്പൊ ബഹുമാനപ്പെട്ട മോനാൻ ഉസ്താദ് ആണെങ്കിൽ ചോദ്യം ചോദിക്കൂലെന്നും പറഞ്ഞിട്ടുണ്ട്. ഉത്തരം പറഞ്ഞോളി. എത്ര നാളായി ഞാൻ ചോദ്യം ചോദിക്കുന്നു, അല്ലെ? ഞാൻ എത്ര നാളായി ഉത്തരം പറയുന്നു, നിങ്ങൾ ചോദ്യം ചോദിക്കുന്നു. ഇന്ന് നിങ്ങൾ ഉത്തരം പറഞ്ഞോളി, ഞാൻ ചോദ്യം ചോദിക്കാം. എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞത് മകളെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പറ്റുകയില്ല ARCKPക്ക്? മറുപടി പറയണം. പിന്നെ ഇപ്പം പറ്റൂല എന്നാണോ, ചിലപ്പോ നിങ്ങൾ പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പറ്റും എന്നാണോ? എല്ലാം വിശദീകരിക്കണം. പഠിക്കാൻ വേണ്ടിയിട്ടാണോ മോനാനു? ഒന്നും വിചാരിക്കരുത്, നിങ്ങൾ അതിന് പ്രത്യേക ദ്വയാർത്ഥം കാണരുത്. പഠിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. മൈക്രോനിസ് ശ്രമിക്കാം. എന്റെ എന്തോ സ്ലോ ഉണ്ടെന്ന് കുറച്ച് പറഞ്ഞ് വ്യക്തമില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അതിന് നിങ്ങൾ റൂമിൽ അല്പെങ്കിലും നാലക്ഷരം പറയാൻ പറ്റുന്നതാണ്. ഫൈസി പറയുന്നുണ്ട്, കുറച്ച് മത്സരങ്ങളും അറിയുന്ന ഒരാൾ കൂടി വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് ആ സംഗതി മനസ്സിലാക്കി തരും. അല്ല ബഹുമാനപ്പെട്ട മോനാനു, ഇവിടെ എന്റെ വ്യക്തിപരമായ വിഷയമാണ്. അപ്പൊ ഇവിടെ 100 പൈസ ഉസ്താദൊക്കെ അവിടെ നിൽക്കട്ടെ. 100 പൈസ ഉസ്താദൊക്കെ നന്നായിട്ട് പറഞ്ഞു തരും, ഫിഖ് മസാലയും എല്ലാം പറഞ്ഞു തരും. എനിക്ക് വ്യക്തിപരമായിട്ട് മനസ്സിലാവണം 3 പെൺകുട്ടികളാണ്. നാളെ നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നാളെ നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടാ ചോദിക്കുന്നത്, എനിക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പറ്റൂല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. എന്താണ് അതിനുള്ള കാരണം? പറഞ്ഞിട്ടാ പഠിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അതിന് എന്തെങ്കിലും പാകപ്പഴകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയണ്ടേ? നിക്കാഹ് എന്തായാലും കഴിച്ചു കൊടുക്കണ്ടേ? മൈക്കിൽ വിളിച്ചു. ഇപ്പൊ മോനാണ് ഉസ്താദ്, മൈക്കിലേക്ക് വരിക. ഞാൻ പറഞ്ഞില്ലേ, വിവരമുള്ള ഒരു പണ്ഡിതൻ കൂടി ഉണ്ടാകുമ്പോഴേ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. കാരണം എന്താ അറിയോ, ഞങ്ങളൊക്കെ പറയുമ്പോൾ അതിലേറെ സൗണ്ട് ഇട്ടിട്ട് വേറെന്തെങ്കിലുമൊക്കെ കൂട്ടി കുഴച്ചിട്ട് വിഷയം മാറ്റും. അത്രേ ഉള്ളൂ. കാരണം പഠിക്കാനുള്ള ഉദ്ദേശമില്ല, മനസ്സിലാക്കുക എന്ന ഉദ്ദേശം. ഞാൻ പറഞ്ഞത് നിങ്ങളോട്, നിങ്ങൾ എഴുതാപ്പുറം വായിക്കരുത് എന്ന്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളെക്കാൾ ശബ്ദമുയർത്തിക്കൊണ്ട് ഞാൻ സംസാരിക്കൂല. പോരെ? എന്തൊക്കെയോ
പറഞ്ഞുകൊണ്ട് വിഷയം മാറ്റുകയില്ല. ഇത് പഠിക്കാൻ വേണ്ടി മാത്രം ചോദിക്കാണ്. എനിക്ക് എന്റെ മകളുടെ നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ പറ്റൂല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, എന്താണ് അതിന് കാരണം? അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് പറഞ്ഞു തരണം. മൈകളിൽ ചെയ്യും. ബഹുമാനപ്പെട്ട മോനാൻ ഉസ്താദ് മൈക്കിൽ വരണം, അതിന് മറുപടി പറയണം. ഇത് പിന്നെ ആദർശപരമായിട്ട് പിന്നെ വൈരാഗ്യം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കുകയാണോ, ചോദ്യം ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിക്കുമെന്നല്ല. എനിക്ക് അറിയണം നിങ്ങൾ എന്തോ ഒരു പാകപ്പഴുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ പറ്റൂല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു, അത് നിങ്ങൾക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾ പറഞ്ഞു തരണം. അങ്ങനെ ഏപ്പിക്കാറ് പിന്നെ പറയുന്നൊക്കെ പൊട്ടത്തരാണ് എന്നൊരു വാദം എനിക്കില്ല കേട്ടോ. ചില സമയത്തൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറയും. muslimpath.com എന്നുള്ള സൈറ്റ് AP വിഭാഗത്തിൻ്റെതാണ്. അതിലൊരു സക്കാഫിയാണ് എഴുതിയിട്ടുള്ളത്, ഗീബത്ത് പറയാൻ അനുവദനീയം. അങ്ങനെ ചില സമയത്തൊക്കെ അവർ വേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നല്ല കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മുടി വരുന്നതിന് മുമ്പില് ശ്രീകേശത്തിന് നേരെ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞവരാണ് ഏൽപ്പിക്കാറ്. വന്നതിന് ശേഷം പിന്നെ വയറ്റിപ്പയപ്പിന് വേണ്ടി നേരെ ഉണ്ടാകാമെന്നൊക്കെ ചിലർ പറഞ്ഞു. അതൊക്കെ വിട്ടെ. ഏതായാലും മോനാൻ ഉസ്താദ് ഈ വിഷയത്തിൽ നമുക്കൊന്ന് പറഞ്ഞു തരണം, എന്താണ് അതിനുള്ള കാരണം. അത് നൂറ് പൈസ ഉസ്താദിന് എന്തായാലും അറിയാതെ നിങ്ങൾ തന്നെ പറഞ്ഞു, കാരണം മൂപ്പർ പണ്ഡിതനാണ്. എനിക്കറിയില്ല, സാധാരണക്കാരനാണ്, പഠിക്കണം അതിനെ കുറിച്ച്. അതുകൊണ്ട് മോനാൻ ഉസ്താദ് തന്നെ അതിന് മറുപടി പറയണം. വൈഫൈ സ്റ്റക്കാണ്, അതുകൊണ്ട് അതോ മേക്കോട്ടി ഞാനേ CKP കാരണം തലയിലൊരു പിത്തം കയറിയിട്ടുണ്ട്. അത് ഇറക്കാൻ നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരു പണ്ഡിതൻ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ പണ്ഡിതനോട് ചോദിക്കും. അപ്പൊ നിങ്ങൾ കേട്ട് പഠിക്കണം. മനസ്സിലായ പറഞ്ഞത്? ഞാൻ പറഞ്ഞാൽ നിങ്ങളെ കയ്യിലെ പിത്തം ഇറങ്ങണമെങ്കിൽ നിങ്ങളെ റൂമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഉള്ള ഒരു പണ്ഡിതൻ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ചോദിക്കുന്നത് നിങ്ങൾ കേട്ട് പഠിക്കണം. മനസ്സിലായ? ഇനി ആ വിഷയത്തിൽ ചോദിക്കണം. കാരണം നിങ്ങൾ അതിന് അർഹനല്ല. കാരണം നിങ്ങളെ സംസാരം, നിങ്ങളൊരു കേവലം നിങ്ങളുടെ സംസാരം റിപ്പീറ്റ് ചെയ്ത് കേട്ടു വെക്കണം. എന്നിട്ട് 6ാം ക്ലാസ് നിങ്ങൾ പഠിച്ച 6ാം ക്ലാസ് അതിന് നമുക്ക് പരിഹാരം കാണാം. ബഹുമാനപ്പെട്ട മോനാൻ, നമുക്ക് ഈയിടെ എന്താ പരിഹാരത്തിന് പോയപ്പോ അബു റാഷിദ് ഉസ്താദ് എന്റെ ശബ്ദം കേൾക്കുന്നതിന് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. അബു റാഷിദ് ഉസ്താദ് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നൊന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. അബു റാഷിദ് ഉസ്താദ് കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നല്ലോ. അബു റാഷിദ് ഉസ്താദ്, അബു റാഷിദ് ഉസ്താദ് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? നിസാമി ഉസ്താദ് ഉണ്ടോ? നിസാമി, മാഷാ അല്ലാ. നിസാമി ഒന്ന് കൈവക്കിയ. ബഹുമാനപ്പെട്ട നിസാമി ഉസ്താദ് ഒന്ന് കൈവക്കണം. നിസാമി പൈപ്പുല്ല്, നിസാമി ഉസ്താദ് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. മൂപ്പറും ഇല്ല ഡെസ്കില്. ബിൻ ഹൈദർ ഉസ്താദ് ഉണ്ടോ? ബിൻ ഹൈദർ ഉസ്താദ് ഉണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഒരു ഉസ്താദ് ഉണ്ടോ ഇപ്പൊ ക്ലാസ് റൂമിൽ? ഉസ്താദ്മാർ ആരും ഡെസ്കിലില്ലേ? ഏതെങ്കിലും ഉസ്താദ്മാരുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡിൽ ചെയ്താൽ മാത്രം മതി. മൈക്കിൽ വരണമെന്നില്ല. കാരണം ഉസ്താദ്മാരൊക്കെ ചിലപ്പോൾ മൈക്കിൽ വരാനുള്ള ഒരവസ്ഥയിലായിരിക്കൂല, അവരൊക്കെ ചില തിരക്കിലായിരിക്കും. നിസാമി ഉസ്താദ് ഇല്ലേ അവിടെ? കാന്തപുരം ഉസ്താദ് വന്നിട്ടുണ്ട്. കാന്തപുരം ഉസ്താദ് വന്നിട്ടുണ്ട്. നിങ്ങളെ നന്നായിട്ട് അറിയുന്ന ആളുമാണ് മോനാനു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ഉസ്താദ്, അദ്ദേഹം കൈപൊക്കി നിൽക്കുന്നുണ്ട്. അദ്ദേഹം നിങ്ങളുടെ മറുപടി കേൾക്കാനാട്ടോ. നിങ്ങൾ പറയുന്നത് എനിക്ക് തിരിയൂല, പക്ഷെ മൂപ്പർക്ക് തിരിയും, അബ്ദുൽ അസീസ് ഉസ്താദിന് തിരിയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോനാനു ഇനി മറുപടി പറയണം. കേൾക്കാൻ അബ്ദുൽ അസീസ് ഉസ്താദ് തയ്യാറാണ്, അദ്ദേഹം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇനി മറുപടി പറഞ്ഞോളൂ. മൈക്കിൾ വിളിച്ച്. മോനാനു, നിങ്ങൾ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പാളാണ് നമ്മളെ. നിങ്ങൾ കളിയൊന്നും നമ്മൾക്ക് നടക്കൂല. പറഞ്ഞ മനസ്സിലായ? നിങ്ങൾ പറഞ്ഞിട്ട് കുടുങ്ങി. ആര് പറഞ്ഞിട്ട് കുടുങ്ങിയതുപോലെ? ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങൾ പറഞ്ഞിട്ട് കുടുങ്ങിയതുപോലെ കുടുങ്ങി. നിങ്ങൾ കഫറാന്ന് വിളിച്ചുപോയി, കുരുത്തക്കാട് കിട്ടിപ്പോയി, അനുഭവിച്ചിട്ട് മൂപ്പറും പോയി. അതുപോലെ നിങ്ങൾ കുടുങ്ങി. എന്നിട്ട് ഇപ്പൊ പറയാണ്, ഞാൻ പറഞ്ഞാൽ നിങ്ങളെ തലയിൽ പിത്തം പിടിച്ചിട്ടില്ല, നിങ്ങൾക്ക് തിരിയൂല. തിരിയോ തിരിയാതിരിക്കോ അത് നിങ്ങൾ തീരുമാനിക്കണ്ടല്ലോ. നിങ്ങളോട് എന്നെ മറുപടി പറയാനാ പറഞ്ഞത്. ഇല്ലെങ്കിൽ എന്നെ ആരോപണം ഉന്നയിക്കാൻ പാടില്ല. ഞാൻ വളരെ മാന്യമായിട്ട് വളരെ നല്ല രീതിയിൽ നിങ്ങളോട് പറഞ്ഞു എന്താണ് അതിനുള്ള കാരണം, എന്തുകൊണ്ട് എനിക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പറ്റൂല എന്റെ മകളുടെ. അതിന് കാരണം പറയണം. മജീദ് ആലിമി ഉസ്താദ് വന്നു, 2 ഉസ്താദുമാർ. പിന്നെന്താ വേണ്ട?
അതിന് നിങ്ങൾ കാരണം പറയണം. അപ്പൊ നിങ്ങൾ കുടുങ്ങി. നിങ്ങൾ പറഞ്ഞു അത് എനിക്ക് പറഞ്ഞ അതിലുള്ള പണ്ഡിതന്മാർക്ക് തിരിയൂ. 2 ഉസ്താദ്മാർ, ഒന്ന് അബ്ദുൽ അസീസ് ഉസ്താദ്, മറ്റത് മജീദ് ദാരിമി ഉസ്താദ്, 2 ഉസ്താദ്മാർ വന്നിട്ടുണ്ട്, ബിരുദധാരികളായ ഉസ്താദ്മാർ. ഇനിയെങ്കിലും നിങ്ങൾക്ക് മറുപടി പറഞ്ഞൂടെ? ഇനിയും ഇവർ പുതിയ എന്തെങ്കിലും കാരണം തപ്പി നടക്കും, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി. എന്തിനാ മോനാണ് ഈ കയ്യാത്ത പണിക്ക് പോകുന്നത്? മൈകല്ലേ ചെയ്യും. ഞാൻ നേരത്തെ ഇതിന് മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഹംസാക്ക് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ്? ഹംസ സാഹിബ് TK ഹംസ സ്വർഗത്തിൽ പോയിട്ട് കാന്തപുരം പോകുന്ന പറഞ്ഞത്. അതേ ശൈലിയിൽ എനിക്ക് മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അത് മോനാനൂരെ വിഷമിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത്തരത്തിലുള്ള വികാരഭരിതമാകുന്ന രീതിയിലുള്ള വാക്കുകളിലേക്കൊന്നും പോകാത്തത്. നല്ല രീതിയിൽ ചർച്ച മുന്നോട്ട് പോകട്ടെ എന്ന് കരുതിക്കൊണ്ട്. ഇസ്മായിൽ ചെറിയാൽ പറഞ്ഞതുപോലെ ഇനി പറയും 100 പൈസ എന്ന് പറഞ്ഞാൽ എന്നാലേ ഞാൻ മറുപടി പറയുന്ന അറിയും. അങ്ങനെയാണ് ചില ആൾക്കാർ. മൈക്കൽ വിസിറ്റ് നിങ്ങളൊക്കെ എന്ത് വെറുപ്പിക്കലാണത്? മുസ്ലിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞുകൊണ്ട് ഭയങ്കര വിടലാണല്ലോ നിങ്ങളൊക്കെ പാടത്. ഈ ആരാന്ന് പഠിച്ചോനെ കെട്ടയിച്ച് വിടുന്നു. ഏറുന്നാ ഇത് ഇടക്കിടക്ക് വന്ന് കയറുന്നു. മൂപ്പർ ആരെങ്കിലും മറ്റേ ഫുട്ബോളിന്റെ മറ്റേ ഏതെങ്കിലും റഫറി ആയിക്കൂടെ താഴത്ത് വന്നിട്ടുണ്ട്. എപ്പോഴും അവര് മൈക്ക് ചടിച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് തരും, അങ്ങോട്ടും ഇങ്ങോട്ട് തരും. എന്റെ മൂപ്പർ അവസരം 4 തെറിയും പറഞ്ഞ് മൂപ്പർ വിടും അല്ലേ? നമ്മളെ മറ്റേ 6 കോളിലെ നക്ഷത്രമൊക്കെ വന്നിട്ടുണ്ട് താഴത്ത്. ഞാൻ ഓട്ടോ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് മൈക്ക് റിലീസ് ചെയ്യുന്ന മോനാനു വേണ്ടി. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട RCKP മൂപ്പരോടൊന്നും വർത്താനം പറഞ്ഞിട്ട് കാര്യമല്ല. അതിന്റെ ഇടയിൽ ഞാൻ ഹലോ RCKP, മേക്കത്ത് റേഡിയോ ഓണാക്കി വെച്ച മാതിരി ഹരിസുവാടിച്ച് കേൾക്കല്ലേ. ഞങ്ങൾ കുറച്ച് പറയട്ടെ. ആര് പേടിക്കാന്ന് പറഞ്ഞ്? ആര് പേടിക്കാൻ? RCKPനെയോ? ഈ റൂം, നിങ്ങളെ റൂമിലുള്ള ഒരൊറ്റ കുട്ടിക്കും ഒരൊറ്റ കുട്ടിനെയും ഒരു വിഷയത്തിനും പേടിക്കേണ്ടതില്ല. കാരണം അതുപോലെ ശരിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. നിങ്ങൾ ഈ പറയുന്ന വന്നവരിൽ ആരെങ്കിലും മായ മസാല പറയാൻ യോഗ്യരായ ഉസ്താദ്മാരാണെന്ന് എനിക്കറിയില്ല. നൂർ ഫൈസി ഉണ്ടെങ്കിൽ എനിക്ക് വാസ്തവമില്ല അദ്ദേഹം തന്നെ വേണമെന്ന്. പക്ഷെ നൂർ ഫൈസി ഉണ്ടെങ്കിൽ എനിക്കറിയാം അദ്ദേഹം സംസാരിക്കുന്നത് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ളത് കൊണ്ട് സമ്മതിക്കാം. പക്ഷെ RCKP താങ്കൾ ചുക്കുമല്ല. കാരണം എന്താ? താങ്കൾക്ക് ഒന്നും അറിയില്ല. ആരാ ഫിഖിന്റെ മസാല പറയാൻ യോഗ്യനായ അറിയുന്നൊരു ഉസ്താദുണ്ട് എന്ന് നിങ്ങൾ പറയൂ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. നമുക്കൊരു അർജന്റില്ലെന്ന് 1 മണിക്കൂറിനായിരിക്കാം. പക്ഷേ ഈ ഇടക്കിടക്കിടക്കിടക്ക് ചാണകം ചുറ്റിക്കളിക്കരുത്, കാര്യക്കുറിച്ച് തുപ്പരുത്. മാനസികമായിട്ട് പെരുമാറുന്ന ഒരു കുഴച്ച് സംസാരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ അറിയോ? മനുഷ്യനെ സംസാരിക്കുക ആദ്യം, അല്ലാതെ എവിടെയെങ്കിലൊക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മിനിറ്റ്, RCKP DC ആയിട്ടുണ്ട്. കാരണം നിങ്ങൾ പറഞ്ഞത് മൂപ്പര് കേൾക്കൂല. കാരണം നിങ്ങളെ കൈക്കുള്ളത് മൂപ്പര് ചാണകം സംസാരിക്കുക മറ്റു എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രളയൊക്കെ ഉണ്ടല്ലോ അവിടെ. മാഷാഅല്ലാഹ്, പ്രളയം ഇന്നലെ അടിച്ചതല്ലേ? ഏത് ഗ്രൂപ്പാണെന്നുള്ള IMM റൂമില്. പിന്നെ RCKP എന്താ ഷെഫീഖ് KMIC നിങ്ങൾക്ക് ബൈക്കിൽ വരാം. ഇതിന് ശേഷം, ഈ ചർച്ചയ്ക്ക് ശേഷം KMIC റൂം സുന്നികളുടെ അല്ലാതെ പേരോട് പറഞ്ഞല്ലോ. സത്വട്ടാ, സുന്നികൾക്കോ റൂമുള്ളൂ. പക്ഷെ ലൈവ് കൊടുക്കണമല്ലോ, അവിടെ നടത്തണമല്ലോ. ഞങ്ങൾ ഉത്തരവാദികളല്ല, അറിയില്ലട്ടോ. ഓലിപ്പോ നമുക്ക് ദ്വാരക്കുണ്ടാവും. ക്ലിപ്പുണ്ട്, അത് കുറച്ച് കേട്ടെ. ഏതായാലും മോനാണ്ട് ചർച്ച ചെയ്യട്ടെ. അബ്ദുൽ ലത്തീഫ് ഒരു കൈ പൊക്കി നിൽക്കി. നിങ്ങൾക്ക് മൈക്ക് എടുക്കണ്ട, ഒരു കൈ കടന്നില്ലല്ലോ. കൈ പൊക്കി അവിടെ നിൽക്കി. ഒരു ഭാരതൻ ഒരു ഇതിന് താങ്ങായിട്ടാ അവിടെ നിൽക്കി. ഓക്കെ. ഈ റൂമിലെന്താ
ആരും എന്ത് ചോദ്യം ചോദിച്ചാലും ഉള്ളാത്തങ്ങളെയും എ.ടി. ഉസ്താദിനൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞത് ചോദ്യത്തിനല്ലല്ല. എന്താ അമീർ സാഹിബ് നിങ്ങൾ അങ്ങനെ ചെയ്തത്? എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോ ഉള്ളാർത്ഥങ്ങളെയും അതുപോലെ എ.പി. ഉസ്താദിനെ പരിപാടി തന്നില്ല. അമീർ സാഹിബ് നിങ്ങൾ പറഞ്ഞോ? ഞാൻ എനിക്ക് DC ആയിരുന്നു, ഞാൻ കേട്ടില്ല. നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല. എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ മറക്കത്ത് എത്ര മുടിയില്ലെന്ന് ചോദിക്കുമ്പോൾ ഉള്ളാർത്ഥങ്ങളെ ചീത്ത പറയാ. അത് ഞങ്ങൾ അറിയില്ല എന്ന് പറയണം. മരക്കത്തിലെ മുടിക്ക് നേരെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് മറുപടി വേണം. അല്ലാണ്ട് ഉള്ളാർത്ഥങ്ങളെ ചീത്ത പറയാ. കാന്തവരം ഈജിപ്ത് പോയി എന്ന് പറയാ. നിങ്ങൾ എന്താണ് ഇങ്ങനെ? അബുവാജിദ് ആരാ പറഞ്ഞ് നിങ്ങൾ പറയുന്ന ശക്തമായ നടപടി ഉണ്ടാവും അത്തരത്തിലുള്ള ആളുകൾക്കെതിരെ. മൈക്കിൾ യൂസ് ചെയ്യുന്നു. ഉപചോദ്യങ്ങൾ എന്തെങ്കിലും ആകാം. അബുവാജിദ് ഇതാ ഞാൻ പറഞ്ഞത്. താനൊരു കപടവേഷക്കാരിയാണ്. കണ്ടോ, ഇപ്പൊ കുറച്ചു മുമ്പ് നിന്റെ നാവുകൊണ്ടാണ് സംസാരിച്ചത് ഉല്ലാസങ്ങളെ കുറിച്ച്. ഒരാൾ വന്നിട്ട് പറയാ നിങ്ങൾ മുനാഫിക്കാണ് എന്ന്. മോനാനോട് നന്നാക്കിയിട്ട് മലയാളത്തിൽ പറയാ നിങ്ങൾ കപട വേഷധാരികളാണ്. നിങ്ങൾ അത് പറയുമ്പോ സ്വാഭാവികമായിട്ട് ഞാൻ മറുപടി പറയണല്ലോ. മഹാനായ ശംസുലമയെ, അള്ളാഹുവിന്റെ പ്പെട്ട മഹാനായ ശംസുലമയെ കഫറ എന്ന് പറഞ്ഞ ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങളുടെ മക്കളല്ലേ നിങ്ങള് എന്നെ കുറിച്ച് കപട വിശ്വാസിന്നോ അല്ലെങ്കിൽ മുനാഫിക്കുന്നോ പറഞ്ഞ വലിയ അത്ഭുതമില്ല. ഇത് പറയല്ലേ ചെയ്തിട്ടുള്ളൂ. ഇതിലെന്താ തെറിയുള്ളത് അബുവാജിദ്? ബഹുമാനപ്പെട്ട ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? മഹാനായ ശംസുലമയുടെ പേര് കഫറ പ്രയോഗം നടത്തിയിട്ടില്ലേ? ഒന്ന്. രണ്ടാമത്തത് മഹാനായ നാട്ടിക ഉസ്താദിന്റെ പേരിൽ പച്ച പൊളു പറഞ്ഞിട്ടില്ലേ? സുന്നത്യമായ തന്നെ ഗർജിക്കുന്ന സിംഹമായ ഏത് വിഭാഗത്തിന്റെ പേടി സ്വപ്നമായ മഹാനായ നാട്ടിക ഉസ്താദിന്റെ പേരിൽ പച്ച കളവ് പറഞ്ഞിട്ടുണ്ട് ഉള്ളാൾ കുഞ്ഞിക്കോയത്തങ്ങള്. മഹാനായ നാട്ടിക ഉസ്താദിന്റെ മരണപ്പെട്ടപ്പോൾ നാവ് വിഴുങ്ങിപ്പോയിരുന്നു എന്ന് പച്ച പൊളു പറഞ്ഞിട്ടില്ലേ? ആ പറഞ്ഞ ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങൾ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ വായക്ക് പ്ലാസ്റ്റർ ഒട്ടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ ചീത്തയാകുക? അത് ഹക്കല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നിഷേധിക്കാൻ പറ്റുമോ? ഇത് ചെറിയല്ലോ, ഇത് ഹക്കല്ലേ? ഇത് വരും തലമുറക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് സത്യം വിളിച്ചു പറയണ്ടേ? ചരിത്രം പഠിക്കണ്ടേ കുട്ടികൾ? സമസ്ത കേരള ജമിയത്തുലമയുടെ നേതാക്കളെ കുറിച്ച് പറഞ്ഞാൽ അത് ഏത് ഹോജയാണെങ്കിലും ശരി, അത് ഉള്ളാൾ കുഞ്ഞിക്കോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ സയ്യിദുമാണ് എന്നവർ പറയുന്നു. അതോടൊപ്പം തന്നെ വലിയ പണ്ഡിതരുമാണ്. അദ്ദേഹം രക്ഷപ്പെട്ടിട്ടില്ല. അപ്പൊ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? ഇത് പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കണ്ടേ? അതുകൊണ്ട് പറയാണ്. അല്ലാണ്ട് ഉള്ളാൾ കുഞ്ഞിക്കോയത്തങ്ങൾ ഞാനുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു വിദ്വേഷമില്ല, ഒരു വൈരാഗ്യമില്ല. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഈ ക്ലാസ് റൂമിൽ വെച്ച് തന്നെ ഞാൻ ദുആ ചെയ്തിരുന്നു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. നമ്മൾ ദുആ ചെയ്തിരുന്നു. നമുക്ക് അങ്ങനെ ആരുടെ വൈരാഗ്യമോ വിദ്വേഷമോ ഇല്ല സുഹൃത്തുക്കള്. വൈകല്യം ചെയ്യും. അല്ല, ഈ റൂം ഉണ്ടാക്കിയത് ജനങ്ങൾ നല്ല മാർഗത്തിലേക്ക് നയിക്കാനാണോ അതോ ചീത്ത മാർഗത്തിലേക്ക് നയിക്കാനാണോ? എപ്പോഴും എനിക്ക് മൈക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഓൾ ഡോട്ട് ഇട്ടോ. മുസ്തു മൈക്ക് വേണോ നിങ്ങൾക്ക്? മുസ്തഫ മുസ്തുവിന് മൈക്ക് വേണോ? ഞാൻ ഓൾ ഡോട്ട് ഇടുമ്പോ നിങ്ങൾ മൈക്കിന് രണ്ടും ഒന്നിച്ചായി. പിന്നെ അങ്ങനെ മൈക്ക് വേണല്ലേ? ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. പിന്നെ അബുവാജിദ്, ഈ റൂം തുറന്നത് നല്ലതിന് വേണ്ടിയിട്ടാണ് മോശം? നിങ്ങൾക്ക് ഇതുവരെ തിരിഞ്ഞില്ല. അതല്ലേ നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. നല്ലതിന് വേണ്ടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉസ്താദുമാരുടെ കുരുത്തക്കേട് കിട്ടിയാൽ എത്ര വലിയ ഹോജയാണെങ്കിലും ശരി അനുഭവിച്ചിട്ടേ പോകൂ എന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് തുടക്കം തന്നെ പറഞ്ഞതാണ്. മാതാപിതാക്കളുടെ കുരുത്തക്കേട് വാങ്ങരുത്, ഉസ്താദുമാരുടെ കുരുത്തക്കേട് വാങ്ങരുത്. പിന്നെ എവിടെ പോയിട്ട് ലോകത്ത് എവിടെ പോയാലും രക്ഷപ്പെടൂല, അനുഭവിച്ചിട്ടേ പോകൂ. ഞാൻ ഇന്ന് തുടങ്ങിയത് തന്നെ അതാണ്. ഉമ്മാനെയും ഉപ്പാനെയും ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ അങ്ങേയറ്റം കഴിവിന്റെ പരമാവധി അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യണം. മരണപ്പെട്ടവരാണെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അത് ഖുർആനോത്തായിക്കോട്ടെ സദഖകളായിക്കോട്ടെ, ചെയ്യേണ്ടത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടേ തുടങ്ങിയത്. അതുപോലെ തന്നെ ഉസ്താദുമാർ അവരുടെ കുരുത്തക്കേട് വാങ്ങിക്കരുത് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ചർച്ച തുടങ്ങിയിട്ടുള്ളത്. അപ്പോ അത്തരത്തിൽ ഉസ്താദുമാരുടെ കുരുത്തക്കേടുകൾ കിട്ടിയ ചില ആളുകളാണ് ഈ പറയപ്പെടുന്ന മാന്യ
ദേഹങ്ങൾ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നല്ല പണ്ഡിതനായിരുന്നു, ബാക്കി ബിരുദമുള്ള ആളായിരുന്നു. പക്ഷേ ഉസ്താദുമാരുടെ കുരുത്തക്കേട് കിട്ടിപ്പോയി. അതുപോലെ തന്നെയാണ് ഉള്ളാൾ കുഞ്ഞിക്കോയത്തങ്ങൾ. സയ്യിദാന് അതുപോലെ തന്നെ വലിയ പണ്ഡിതനാണ്, പക്ഷേ ഉസ്താദുമാരുടെ കുരുത്തക്കേട് കിട്ടിപ്പോയി. മരണ സമയത്ത് അവസാന കാലത്ത് ഒരുപാട് അനുഭവിച്ചു. മുറിയിൽ പൂട്ടിയിടേണ്ട അവസ്ഥ, സന്ദർശകരെ കാണുമ്പോൾ ആക്രമിക്കുന്ന അവസ്ഥ. അവസാനം നാട്ടിക ഉസ്താദിന്റെ പേരിൽ പറഞ്ഞ കളവ് സ്വയം അനുഭവിച്ചിട്ട് പോവുക, തന്റെ വായക്ക് പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ട് മരണപ്പെടുക. അല്ല, ഇത് ഹക്കാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. പക്ഷെ ഒരു കാര്യം, അതോടൊപ്പം ഒരു കാര്യമുണ്ട്. ഈ പറയപ്പെടുന്ന ആളുകൾ നിങ്ങളുടെ വലിയ നേതാക്കളാണ്. നിങ്ങൾ അവരെ കുത്തുബുൽ ആലമായിട്ട് കാണുന്നു, നിങ്ങൾ അവരെ എന്തൊക്കെയോ ആയിട്ട് കാണുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കത് സഹിക്കൂല. നിങ്ങളുടെ വികാരത്തെ ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുന്നു, നിങ്ങൾ എന്നെ ചീത്ത വിളിക്കുമായിരിക്കും, കാരണം നിങ്ങളുടെ വികാരത്തെ ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നിങ്ങൾ അവരെ കുറിച്ച് നിങ്ങൾ പലതും തെറ്റിദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ അവരെ എവിടേക്കോ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇല്ല കുട്ടിമോനെ, ഈ റൂമില് കുരുത്തക്കേട് കൊടുക്കലല്ല, കുരുത്തക്കേട് കിട്ടിയ ആളുകളെ നന്നാക്കലാണ്. അതിന് നിങ്ങളും പെടൂട്ടോ. ബഹുമാനപ്പെട്ട കുട്ടിമോൻ അന്ന് ബഹുമാനപ്പെട്ട സലാം ബാക്കി ഉസ്താദിന്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടിയിട്ട് പിന്നെ ഇന്നാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അന്ന് കിട്ടിയതിന്റെ ആ ബേജാറും സങ്കടമൊക്കെ മാറിയിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അന്ന് വയറ് നിറഞ്ഞത് ഇന്ന് കാലിയായിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമ്മുടെ പണ്ഡിതന്മാർ ഉണ്ടാകും, തക്ക സമയത്ത് ഇടപെടും എന്ന് സാന്ദ്രമായിട്ട് കുട്ടിമോനെ അറിയിക്കുന്നു. ഇപ്പൊ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് അത് എ പി ഭാഗക്കാർക്കാണ്, അതിൽ കൈയിടണ്ട, ഇട്ടാൽ നന്നായിട്ട് വിളമ്പിത്തരുമെന്ന് ബഹുമാനപ്പെട്ട കുട്ടിമോനെ അറിയിച്ചുകൊണ്ട് എ പി വിഭാഗക്കാർക്ക് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട എ പി വിഭാഗക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം, വികാരം കൊള്ളാതെ കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ, ചർച്ചയിൽ കൂടി നല്ല രീതിയിൽ മനസ്സിലാക്കാൻ എന്റെ പ്രിയപ്പെട്ട എ പി വിഭാഗക്കാർ തയ്യാറാകണം എന്ന് അറിയിക്കുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു. ഇത്ര നേരം വിഷയം വളച്ചുകൊടുത്ത് നീട്ടിക്കൊണ്ട് സംസാരിച്ചല്ലേ, അല്പെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ വിഷയത്തിലേക്ക് വാ. എന്തുകൊണ്ട് വരുന്നില്ല? ഒന്നില്ലേ കൂട്ടത്തിൽ ജാഫറിന്റെ അടുക്കുന്നുണ്ട് ഇബാറത്ത് വായിക്കാൻ. ചങ്ങായി ഏത് ഇബാറത്തങ്ങൾക്ക് തിരിയ, ഏത് ഇബാറത്തങ്ങൾക്ക് തിരിയ? ഈ കെ ഉസ്താദിനെ കുറിച്ച് നാട്ടിക ഉസ്താദ് നാട്ടിക മൂല്യം എഴുതി. അതാണ് എനിക്ക് നിൽക്കാൻ പറ്റാത്തതിന്റെ ഇബാറത്ത്. ഈ കെ ഉസ്താദിനെ കുറിച്ച് നാട്ടിക ഉസ്താദ് എഴുതിയെന്നുള്ളത് മോനാ കേട്ടോ. ഞാൻ ആ സംഭവം കണ്ടിട്ടില്ല, നിങ്ങൾ പറയുന്ന സംഭവം ഞാൻ കണ്ടിട്ടില്ല. ഇത് നാട്ടിക ഉസ്താദല്ല, ആര് തന്നെ മഹാനായ ശംസുലമയെ കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. മോനാണ് കേട്ടോ, ആര് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മഹാനായ അള്ളാഹുവിന്റെ ഔലിയാക്കൾപ്പെട്ട മഹാനായ ശംസുലമ, ആ ശംസുലമയെ കുറിച്ച് ആര് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനാണ്, മനുഷ്യ സഹജമാണ്, തെറ്റാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടണം, അല്ലാണ്ട് ഒരാളും രക്ഷപ്പെടൂല. പക്ഷെ അതേ സമയത്ത് ഞാൻ പറയുന്ന മോനാനോട് ഇപ്പോഴും യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും മഹാനായ നാട്ടിക ഉസ്താദ് ശംസുലമയെ കുറിച്ച് പുകഴ്ത്തുന്നത്. ശംസുലമയെ കുറിച്ച് പറയുന്നത് എന്താ പറയുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടതാണ്. മഹാനായ നാട്ടിക ഉസ്താദ് പറയാണ്, ഒരുപാട് പണ്ഡിതന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ചില പണ്ഡിതന്മാർ സൂഫി വര്യന്മാരായിരിക്കും, ചില പണ്ഡിതന്മാർ തസവൂഫിന്റെ പണ്ഡിതന്മാരായിരിക്കും, ചില പണ്ഡിതന്മാർ ഗോളശാസ്ത്ര വിദഗ്ധരായിരിക്കും, ചില പണ്ഡിതന്മാർ ഫിഖ്ഹിൽ ഭയങ്കര പാണ്ഡിത്യമായിരിക്കും, ചില ആളുകൾ ഖുർആനിൽ ഭയങ്കരമായ കഴിവായിരിക്കും. അങ്ങനെ ഓരോ വിഷയത്തിലും കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ചില പണ്ഡിതന്മാർ, അതിൽ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. പക്ഷേ മഹാനായ ശംസുലമ അങ്ങനെയല്ല, ആലിമുൽ ആലമാണ് മഹാനായ ശംസുലമ. എല്ലാ വിഷയത്തിലും സൂഫി വര്യനാണ്, പണ്ഡിതനാണ്, എല്ലാമാണ് എന്ന് പറയുന്ന വീഡിയോ സഹിതമുള്ള മഹാനായ നാട്ടിക ഉസ്താദിന്റെ പ്രസംഗം നമ്മൾ കേട്ടതാണ്. ഇനി നിങ്ങൾ ആരോപണം ഉന്നയിക്കുകയാണ് നാട്ടിക ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നാട്ടിക ഉസ്താദിനല്ല ആര് പറഞ്ഞാലും, ARC പറഞ്ഞാലും തെറ്റാണ്. ആര് പറഞ്ഞാലും തെറ്റാണ്, ഒരു സംശയമില്ല, തെറ്റാണ്.
ശംസുലമയെ പോലെയുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കളോട് തൊട്ട് കളിക്കുന്നത്, അവരെ കുറിച്ച് കുറ്റപ്പെടുത്തുന്നത് അത് തെറ്റന്നെയാണ്. ആ കുരുത്തക്കേടാണ് കാന്തപുരത്തിന് കിട്ടിയത്. മഹാനായ ശംസുലമ വിധേയികളുടെ കൂടെ വേദി പങ്കിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിക്കുന്ന കാന്തപുരം വിഭാഗത്തിന് പറ്റിയതാണ്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള പയ്യോളി എന്ന് പറയുന്ന നിങ്ങളുടെ പഴയകാല മുഫ്തി, അദ്ദേഹം ഒരിക്കൽ ശംസുലമയെ കുറിച്ച് ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് കൊന്നിക്ക് ഞാൻ പിടിച്ചിരുന്നു. പിടിച്ച് ചോദ്യം ചെയ്തപ്പോ പൊട്ടി കരഞ്ഞു. മഹാനായ ശംസുലമയെ കുറിച്ച് ഞാൻ ഒരിക്കലും അങ്ങനെ പറയൂല എന്ന് പറഞ്ഞ് പൊട്ടി കരഞ്ഞ ക്ലിപ്പ് നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മൾ ഇട്ടിരുന്നു. അപ്പോ പയ്യോളിന് മുമ്പ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, പിന്നീട് അദ്ദേഹമായി ഇരുന്ന് മാറി, നമുക്ക് പ്രശ്നമില്ല. അതേ നമുക്ക് പറയാനുള്ളൂ. കാന്തപുരത്തിന് പല തെറ്റുകളും സംഭവിച്ചു, പുസ്തകങ്ങളുടെ കുരുത്തക്കേട് കിട്ടി. ജീവിച്ചിരിക്കുമ്പോഴോ തോപ ചെയ്തിട്ടില്ല. ഇന്നും പോകാം ആ മഖാമിലേക്ക്. അവിടെ പോയി കരഞ്ഞ് തോപ ചെയ്ത് മടങ്ങിക്കോളി. മൈക്ക് റിലീസ് ചെയ്യും. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. അല്ല, നിങ്ങൾക്ക് എന്നപ്പോ സംസുലമ വലിയ ഇതൊക്കെ അങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത്. അണ്ടന് അടവോടന് ഒരു ജില്ലയുടെ അല്ല, ഒരു വില്ലേജിന്റെ ഒക്കെ കാവ്യാകാൻ പോലും അറിവും കാര്യവും ഇല്ലാത്ത നിങ്ങൾ പറഞ്ഞിരുന്നത്. ഇപ്പൊ എന്നെ നിങ്ങൾക്ക് സംസുലമ ശംസുലമ അണ്ടനും അടകോടനുമാണ്, ജില്ലയുടെ കാവ്യാകാൻ പോലും അറിവില്ലാത്തവനാണ് എന്ന് നാട്ടിക ഉസ്താദ് പറഞ്ഞോ? അതിന്റെ തെളിവ് അബു വാജിദ് ഹാജരാക്കണം. മറ്റാരും മൈക്കെടുക്കരുത്. അതിന്റെ തെളിവ് നിങ്ങൾ ഹാജരാക്കണം. ആ തെളിവ് ഹാജരാക്ക്. മൈക്ക് റിലീസ് ചെയ്ത് മൈക്കിലേക്ക് വാ. നിങ്ങൾ തന്നെ മൈക്കിലേക്ക് വരണം. ഒളിച്ചോടാതെ എനിക്ക് വേറെ മോനാണ് നിങ്ങൾക്ക് എന്നെ മൈക്ക് കിട്ടോ. അതിന്റെ ഇടയ്ക്ക് മുടിവെള്ളം കുടിച്ചിട്ട് പിരി ലൂസായിട്ടുള്ള ഒരു അബൂ വാജിദ് എന്ന് പറയുന്ന സുഹൃത്ത് എന്തൊക്കെയോ പിരിവിരുത്തുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ മൈക്ക്. അയാൾ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അതിനുള്ള തെളിവ് അദ്ദേഹത്തിന് ഹാജരാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് മൈക്ക് റിലീസ് ചെയ്തത്. അദ്ദേഹം തന്നെ മൈക്ക് എടുക്കുക. അബൂ വാജിദ് മൈക്ക് റിലീസ് ചെയ്തു. ഈ ഉസ്താദാണ് മറുവശത്തായ സമയത്ത് നിങ്ങൾ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളല്ലേ ഇപ്പൊ ഒക്കെ മറന്ന. ആര് പറഞ്ഞു, എവിടെ പറഞ്ഞു, എന്താണ് ഇന്ന തെളിവ് എന്ന് നമ്മൾ മറന്നു. നമുക്ക് ഓർമ്മയുണ്ടെങ്കിലല്ലേ മറക്കണ്ട്. ഞങ്ങൾ മറന്നു. അങ്ങനെ ഒന്നും നമ്മൾ എവിടെയും കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. ഏത് മറുപക്ഷം? അപ്പൊ നാട്ടികോത്സവം ശംസനും മറുപക്ഷമായിരുന്നോ? അപ്പൊ നാട്ടികോത്സവം ഏതിന്റെ കൂടെ ഉണ്ടായി? ഇത് നമ്മൾ അറിയില്ലാന്ന് നിങ്ങളൊന്ന് പറയും. മൈക്കിലേക്ക് വാ. മൈക്ക് റിലീസ് ചെയ്യുന്നു. മറ്റാരും മൈക്കെടുക്കരുത്. അബൂ വാജിദ് തന്നെ അതിന്റെ തെളിവ് ഇപ്പം പറയും. അല്ല, ഇനി മൂപ്പർക്ക് റൂം മാറിപ്പോയോ? അങ്ങനെ സംഭവിക്കാട്ടോ. ജാഫർ സാഹിബ് മൂപ്പർക്ക് റൂം മാറിയോ? മൈക്കിലേക്ക് വാ. കണ്ടിട്ടുകാരനല്ലേ? പിന്നെ രാജ്യത്താണ്ട് വേറെന്തൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടു. അതിന്റെ മുമ്പ് ഈ എ പി അബൂബക്കർ മുസ്ലിയാരും ഇ കെ അബൂബക്കർ മുസ്ലിയാരും എല്ലാവരും ഒരു സംഘത്തിലായ സമയത്ത് നിങ്ങൾ അന്ന് പറഞ്ഞിരുന്നത് എന്തായിരുന്നു? അണ്ടന് അടകോടന് ഒരു ജില്ലന്റെ എല്ലാവരും ഒരു വില്ലേജിന്റെ കാവ്യാകാൻ പോലും കേരളക്കാരന് എം ഡി പിക്കാരനായിരുന്നു. മത്സരിച്ച് 14 വോട്ടാ 4 വോട്ടാട്ടെ കിട്ടില്ലു. അതൊന്നല്ല ചോദിച്ചത്. നിങ്ങൾ ഈ ലാസ്റ്റ് പറഞ്ഞല്ലോ അണ്ടനും അടകോടനും അതുപോലെ തന്നെ ഒരു ജില്ലയുടെ കാവി പോലും ആകാൻ വിവരമില്ലാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞു. ആര് പറഞ്ഞു എന്ന് അതിന് മറുപടി വേണം. ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? മറുപടി പറയും. മൈക്ക് വിളിച്ച് ചുറ്റുമത്തുപാലയില് അറിയില്ല. നാട്ടിലെ നടത്തിയിരുന്ന ഹിക്മത്തുപാലി അറിയില്ല. അറിയാം. ഹിക്മത്ത് വാരികയൊക്കെ അറിയാം. നിങ്ങളുടെ കയ്യിലുണ്ടോ അത്? അബൂ വാജിദ് ടെക്സ്റ്റ് അടിച്ചാൽ മതി. നിങ്ങളുടെ കയ്യിൽ ആ ഹിക്മത്ത് വാരിക ഉണ്ടോ?
നിങ്ങളുടെ കയ്യിൽ ഇക്കുമത്ത് വാരിക ഉണ്ടെങ്കിൽ ഒരു എസ് അടിക്കാം, ഇല്ലെങ്കിൽ നോൺ അടിച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല. അബൂവാജി നിങ്ങളുടെ കയ്യിൽ ഇക്കുമത്ത് വാരിക ഉണ്ടോ? ഉണ്ടെങ്കിൽ എസ് അടിക്കാം, ഇല്ലെങ്കിൽ നോൺ അടിക്കാം. എന്താ സുഹൃത്തുക്കൾ അടിക്കാൻ വേണ്ടി ഇത്രയൊക്കെ ആലോചിക്കണോ? നിങ്ങളുടെ കയ്യിൽ ആ ഇക്കുമത്ത് വാരിക ഉണ്ടോ എന്ന്, ഉണ്ടെങ്കിൽ എസ് അടിക്കുക, അല്ലെങ്കിൽ നോൺ അടിക്കുക. അബൂവാജിദേ അവിടെ കുത്തിരിക്കിട്ട പകരന്റെ ബെഡായും കൊണ്ട് ഇങ്ങോട്ട് വരുന്നത് ഇത് സുന്നത്തമായതിന്റെ മക്കളാണ്. കളിക്കുമ്പോൾ സൂക്ഷിച്ചു കളിക്കണം. ഇതൊക്കെ സ്വാലിഹ് സക്കാഫി പറഞ്ഞ കഴുതകളായ കുറച്ച് SSFന്റെ കുട്ടികളുണ്ട്, അവരുടെ അടുത്ത് പോയിട്ട് വിളമ്പിയാൽ മതി. പറഞ്ഞോട്ടെ, അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ നിർത്തിക്കും ഞങ്ങൾ എന്ന് അബൂവാജിദിനെ അറിയിക്കുന്നു. പിന്നെ നമ്മളെ മോനാനു കുറെ സമയമായി നിങ്ങൾ വിഷയത്തിൽ നിന്ന് മാറല്ല എന്ന് പറയുന്നു. ഞങ്ങൾ വിഷയത്തിൽ നിന്ന് മാറാൻ ആഗ്രഹിച്ചിട്ടില്ല, നിങ്ങളാണ് വിഷയം മാറ്റാൻ ശ്രമിച്ചത്. നിങ്ങൾ പറഞ്ഞു എനിക്ക് മകളെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പറ്റൂല, അതിനുള്ള തെളിവ് നിങ്ങൾ പറയണമെങ്കിൽ ഉസ്താദുമാർ വേണം എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. കാന്തപുരം എന്ന് പറയുന്ന അബ്ദുൽ അസീസ് ഉസ്താദ്, അതുപോലെ തന്നെ മജീദ് ആരിം ഉസ്താദ് ഒക്കെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയണം. ഇബാറത്താണെങ്കിൽ ഇബാറത്ത്, ആയത്താണെങ്കിൽ ആയത്ത്, ഹദീസ് ആണെങ്കിൽ ഹദീസ്, അവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ മോനാനും അതിന് മറുപടി പറയണം. വല്ലാതെ കളിക്കല്ലേ, കാരണം ബോറാകുന്നുണ്ട്. ഇന്നൊരു സംഭവം ഇല്ല എന്ന് ഞാൻ വിഷയത്തിൽ ചേർത്തുകൊണ്ടുപോകില്ല. കാരണം ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഈ ഇരിക്കുന്ന ആളുകളിൽ സിക്കിമിന്റെ മസാല പറയാൻ യോഗ്യരാരുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെടണം. ഒന്നിന് ഒറ്റ വിഷയം പറഞ്ഞ് എനിക്ക് ഡോട്ടില്ല കേട്ടാ, ഇന്നൊരു വിഷയം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് SSFന്റെ പേരിലോ മറ്റുള്ള പേരിലോ കുതിര കയറല്ലേ. അത് അല്പം പോലും മാന്യത, അല്പം പോലും ഒരല്പം ഒത്തിരി മാന്യത എന്തെങ്കിലും ചെയ്യല്ലേ. ഇക്കുമത്ത് മാസികയിൽ അച്ചയ്ക്ക് എഴുതി വെച്ചതാണ്. നീ അത് കണ്ടുകണ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്ര ദിവസം ലഭിക്കുമെന്ന് നോക്കുക. അതായത് അല്ല മോനാനോ, ഇപ്പൊ നമ്മുടെ വിഷയം ഇക്കുമത്താണോ? അത് അബൂവാജിദിന്റെ വിഷയല്ലേ? നിങ്ങളല്ലേ പറഞ്ഞ വിഷയം മാറ്റില്ല എന്ന്. ആ വിഷയത്തെക്കുറിച്ച് ഞാൻ വളരെ വ്യക്തമായ മറുപടി നിങ്ങൾക്ക് തന്നു. ആര് തന്നെ സംസലമയെ കുറിച്ച് പറഞ്ഞാലും തെറ്റന്നെയാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് നേരത്തെ മറുപടി തന്നു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ കടന്നു ഉരുളരുത്. നിങ്ങൾ ചോദിച്ചാലും ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ആരായിരുന്നാലും ശരി, നാട്ടിക ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി, ആര് പറഞ്ഞാലും തെറ്റന്നെയാണെന്ന്. മഹാനായ ശംസുലമയെ പോലെയുള്ള ഒരു വലിയനോട് ആരെങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് തെറ്റന്നെയാണ്. അതേ സമയത്ത് ഞാൻ പറഞ്ഞു, ഇന്ന് ഞങ്ങൾക്ക് വീഡിയോ സഹിതം മഹാനായ നാട്ടിക ഉസ്താദിന്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ കഴിയുന്നുണ്ട്. അതിന് മഹാനായ നാട്ടിക ഉസ്താദ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശംസുലമക്കെതിരെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ മറുപടി പറയുന്നുണ്ട് നാട്ടിക ഉസ്താദ്. മാത്രവുമല്ല, മഹാനായ ശംസുലമയെ കുറിച്ച് നാട്ടിക ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഓരോ പണ്ഡിതന്മാരും ഓരോ പ്രത്യേക, ചില പണ്ഡിതന്മാർ ഫിഖ്ഹ് ഇതിൽ കൂടുതൽ പ്രാവീണ്യം നേടുന്നതാണ്, ചില പണ്ഡിതന്മാർ സൂഫിവര്യന്മാരായിരിക്കും. ഇങ്ങനെ ഓരോരുത്തരും ഓരോന്നിനും സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. പക്ഷേ ശംസുലമ എല്ലാത്തിനും സ്പെഷ്യലൈസ്ഡ് ആണ്. അങ്ങനത്തെ ഒരു പണ്ഡിതനില്ല എന്ന് മഹാനായ ശംസുലമയെ പുകഴ്ത്തി പറഞ്ഞതാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത് നാട്ടിക ഉസ്താദ്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പടി താഴ്ന്നുകൊണ്ട് പറഞ്ഞു, ആ നാട്ടിക ഉസ്താദായാലും ശരി, ആരായിരുന്നാലും ശരി, ശംസുലമയെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം പറഞ്ഞിട്ടുണ്ടെന്നല്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഏതായാലും ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഫൈസി ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഷംസുദ്ദീൻ ഫൈസി ഉസ്താദ് വന്നാലെങ്കിലും നിങ്ങൾ എനിക്ക് നിക്കാഹ് കഴിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞതിന്റെ ഇബാറത്ത് വായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും നിങ്ങൾ വിഷയത്തിൽ നിന്ന് മാറാതെ അതിന്റെ ഇബാറത്ത് വായിക്കണം. നിക്കാഹ് കഴിക്കാൻ ഞാൻ യോഗ്യനല്ല, എന്റെ മകളുടെ നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ വേണ്ടി യോഗ്യനല്ല എന്നുള്ളതിന് നിങ്ങൾ ഇബാറത്ത് വായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്റെ തെളിവ് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയണമെന്ന് അറിയിച്ചുകൊണ്ട് മൈക്ക് റിലീസ് ചെയ്യുന്നു. പച്ച നുണ പറയല്ലേ. ഒരു മിനിറ്റ് ലോട്ടിലല്ലേ, പച്ച നുണ പറയല്ലേ. ഞാൻ ഇബാറത്തിന്റെ വിഷയം തന്നെ പറഞ്ഞിട്ടില്ല. ഞാൻ വിവരമുള്ള ഒരു
ആ ഇബാറത്തിന്റെ വിഷയം പറഞ്ഞിട്ടില്ല. ആ ജാഫർ വില്ലൻ സാഹിബിന്റെ വേണ്ടാത്ത പണിയാണ്. മൂപ്പർ ഹദീസ് പറയാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ഇബാറത്തിന് വെറുതെ അവിടെ അടിച്ചത്. ആയിക്കോട്ടെ, ഹദീസ് ആയിക്കോട്ടെ, ഇനി ആയത്താണെങ്കിൽ അതും ആയിക്കോട്ടെ. എന്താണെങ്കിലും സാരമില്ല, തെളിവ് വേണം. അത്രേ വേണ്ടു നമുക്ക്, അത്രേ വേണ്ടു. ഷംസുദ്ദീൻ ഫൈസി ഉസ്താദ് മൈക്കിലേക്ക് വരുന്നുണ്ടോ? എല്ലാവരും കൂടി ചാടുകയാണ്. അതുകൊണ്ട് ഉസ്താദിന് മൈക്ക് കിട്ടാൻ ചാൻസ് കാണുന്നില്ല. അതുകൊണ്ട് ഉസ്താദ് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഡോട്ട് അടിച്ച് ഉസ്താദിന്റെ ഡോട്ട് മാത്രം മാറ്റാം. ഷംസുദ്ദീൻ ഫൈസി ഉസ്താദ് മൈക്കിലേക്ക് വരുന്നുണ്ടോ? ഒരു ടെക്സ്റ്റ് അടിച്ചാല് ചർച്ച നടക്കട്ടെ. ഓക്കെ, ജസാക്കുമുല്ലാഹു ഖൈറൻ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. എന്താണെങ്കിൽ അതിന്റെ തെളിവ് ഹദീസ് ആയിക്കോട്ടെ, ആയത്തായിക്കോട്ടെ, എന്താണെന്നായിക്കോട്ടെ. ആ ഇബാറത്ത് എന്നുള്ളത് നമ്മൾ ചിലപ്പം അറിയാതെ പറഞ്ഞു പോയതായിരിക്കും. സാരമില്ല, നിങ്ങൾ ഇബാറത്തായാലും ശരി, ഹദീസ് ആണെങ്കിലും ശരി, ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പറയണം. മൈക്ക് റിലീസ്. ഇനി കടന്ന് ഉരുളരുത് മോനാനോ, ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്, വിവരമുള്ള ഫിഖ്ഹി മസാല പറയാൻ യോഗ്യനാണെന്ന് ബോധ്യപ്പെട്ട ഒരാൾ ഒന്ന് മൈക്കിൽ വരട്ടെ, എന്നിട്ട് ചോദിക്കാൻ പറയട്ടെ. ചോദിക്കും. അത് നീ കേട്ടിപ്പടിക്ക്. ഒരു മനുഷ്യനാണെങ്കിൽ, കേവലം ഒരു മനുഷ്യനാണെങ്കിൽ എന്താണ് ഞാനിപ്പോ എന്താ പറയേണ്ട പഠിച്ചു? ഫിഖ്ഹ് മസാലകൾ അറിയുന്ന ഒരു പണ്ഡിതൻ. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഉസ്താദുമാരായിട്ടുള്ളത് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ഉസ്താദ് കാന്തപുരം, അതിന് താഴത്ത് ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഫൈസി ഉസ്താദ് ഉണ്ട്, അതിന് താഴത്ത് ബഹുമാനപ്പെട്ട മജീദ് ദാരിമി ഉസ്താദ് ഉണ്ട്. ഇതിലാരെ നിങ്ങൾക്ക് വേണ്ടത്? തൊട്ട് കാണിച്ചാൽ അങ്ങനെ നിങ്ങൾ ഉസ്താദല്ല, നിങ്ങളെന്തിനാ ഹെഴുക്കിയേ? മൂപ്പർക്ക് ഉസ്താദുമാർ തന്നെ വേണമെന്ന്. അപ്പോ പിന്നെ ഈ ആരെ വേണ്ടതെന്ന് ടെക്സ്റ്റ് അടിക്കി. എന്നാ പിന്നെ അവർക്ക് മൈക്കിലേക്ക് വരാമല്ലോ. ഇല്ല, നിങ്ങൾ ആരെ പറ്റും, ആരെയും പറ്റും, മൂന്നും പറ്റുമെങ്കിൽ മൂന്നും പറ്റും അടിച്ചോളി. ഇതിന് നിങ്ങൾ ആരെ പറ്റും? അബ്ദുൽ അസീസ് ഉസ്താദ് കാന്തപുരമുണ്ട്, മജീദ് ദാരിമി ഉസ്താദ് ഉണ്ട്, ഷംസുദ്ദീൻ ഫൈസി ഉസ്താദ് ഉണ്ട്. ഷംസുദ്ദീൻ ഫൈസി ഉസ്താദിന്റെ കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് വാര നിറച്ച് കിട്ടിയത് കൊണ്ട് നിങ്ങളെ മൂപ്പറ പേരെന്തായാലും പറയില്ല. മൂപ്പർക്ക് ഫിഖ് തിരിയില്ല എന്ന് പറയും ചിലപ്പിങ്ങ. കാരണം അതിനുള്ള സമയത്ത് കുത്തുബ ഓതൽ ഹറാമാണ് എന്ന് പറഞ്ഞ ഭയങ്കര ഫിഖ് പണ്ഡിതന്മാരുടെ മക്കളാണല്ലോ നിങ്ങള്. 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ പറ്റുന്ന എല്ലാ പണ്ഡിതന്മാരുടെ മക്കളാണല്ലോ നിങ്ങള്. മൈക്രോലിസ് ഇതിലാരെ പറ്റുമെന്ന് പറയാ. കൂടുതൽ നാടകം കളിക്കരുത് മോനാനു. ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ഉസ്താദ് ഉണ്ട്, അതുപോലെ തന്നെ ബിൻ ഹൈദർ ഉസ്താദും എത്തി. 4 ഓപ്ഷൻ. ബിൻ ഹൈദർ ഉസ്താദ് ഉണ്ട്, അബ്ദുൽ അസീസ് ഉസ്താദ് കാന്തപുരം ഉസ്താദ് ഉണ്ട്, ഷംസുദ്ദീൻ ഫൈസി ഉസ്താദ് ഉണ്ട്, മജീദ് ദാരിമി ഉസ്താദ് ഉണ്ട്. ആരെയാ വേണ്ടത് വെച്ചാൽ നിങ്ങൾ പറയുന്ന ആൾ മൈക്രോലിസ്. ഉസ്താദോട് കുറെ കിട്ടും. അങ്ങനെ പച്ച പറയണ്ടേ? ഇത് നാവെന്ന് അടക്കി എന്നൊരു വിഷയത്തിൽ എന്താ അയാളിനോട് ചോദിച്ചത്? ഞാൻ അയാളോട് സംസാരിച്ചത് കേവലം മൊഞ്ചി പോകാനോട് യോഗ്യന അർഹതയില്ലാത്ത ഷംസുദ്ദീൻ ഫൈസി പച്ചമാണ് പറയുന്ന ഒരു മനുഷ്യൻ എന്നെ ചോദിച്ചു. പച്ചമാണ് പറയുന്നത്. വിഷയത്തിലേക്ക് വാ. ആരാണ് ഞാൻ ചോദിക്കുന്ന മസലയ്ക്ക്? നിങ്ങള് BP കൂടല്ല. നിങ്ങളെ സംഭവം നമുക്ക് മനസ്സിലായി. നിങ്ങൾ കുറെ കണ്ട പ്ലീസ് ബൗൺസ് എന്നൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അടിക്കുന്നുണ്ട് അവിടെ. എന്തിനാണെന്നറിയോ? നിങ്ങൾ അത്തരം പരന്താണ ശൈലിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. കാരണം നമ്മുടെ ഉസ്താദുമാരെ ചീത്ത പറയാ. അപ്പൊ നമ്മൾ ആരെങ്കിലും ഡോട്ടിട്ട് വെക്കും, അവിടെ അല്ലെങ്കിൽ ബൗൺസ് ചെയ്ത് വെക്കും. അപ്പൊ നിങ്ങൾ തൽക്കാലം ചർച്ചയിൽ നിന്ന് രക്ഷപ്പെടും. അതിൽ അടവല്ലേ? അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഫൈസി ഉസ്താദ് കളവ് പറയുന്ന ആളാണെന്ന് പറഞ്ഞു. നിങ്ങൾ 2 കളവ് പറഞ്ഞെന്ന് വേണ്ട, 1 കളവ് നിങ്ങൾ പറഞ്ഞു തരണം. കാന്തപുരം ബേക്കർ മുസ്ലിയാർ കളവ് പറയുന്ന മനുഷ്യരാണ്. നിങ്ങൾ എന്നോട് ചോദിക്കും ഒന്ന് പറയാൻ വേണ്ടി. ഞാൻ പറഞ്ഞുതരാം ഉദാഹരണം. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. കാന്തപുരം കളവ് പറഞ്ഞതിന്റെ ഉദാഹരണം. അണ്ടനും വടകോടനും തീരുമാനമായോ? നമുക്ക് വിഷയത്തിലേക്ക് വരിക. ആരാണ് എന്റെ ചോദ്യങ്ങൾക്ക് മസാലപരമായ ചോദ്യങ്ങൾക്ക് മറുപടി അറിയാൻ പറയും. ഇത് ആരോടും ചാടില്ല. ഇത് വരില്ലേ? ആരാ യോഗ്യം പറയുന്ന ഉസ്താദിന്റെ ഒരു ഉസ്താദ് നെയ്ക്കിൽ ചോദിച്ചോ ഞാൻ പറയാമെന്ന് പറയാം. അപ്പൊ നീ നെയ്ക്കിൽ ദയവ് ചെയ്ത് നീ മനുഷ്യനാണെങ്കിൽ നെയ്ക്കിൽ വരില്ല. ഒരു മനുഷ്യനാണെങ്കിൽ കേട്ടിരിക്ക്.
അല്പെങ്കിലും പഠിക്കാമെന്നുണ്ടെങ്കിൽ കേട്ടിരിക്കെ. എനിക്ക് ചോദിക്കാനുള്ളത് അദ്ദേഹത്തിന് ചോദിക്കും. ആരാണ് മറുപടി പറയുന്നത്? ഒരു ഉസ്താദ് മേക്കേടൊക്കെ ചോദിച്ചോളൂ എന്ന് പറയട്ടെ. നീ മേക്കേടല്ലേ, എന്നിട്ട് എങ്ങോട്ടേക്കോ ചാടിപ്പോകുന്നു നീ. കാരണം നിന്റെ സ്വഭാവമാണത്. പച്ച വേണം പറയാനായിട്ട് മേക്കെടുക്ക് ദൈവം മേക്കരുത്. ഉസ്താദ് മേക്കത്തിന് പറയട്ടെ, ചോദിച്ചോളൂ, മസല ചോദിച്ചോളൂ, അപ്പൊ നമുക്ക് ചോദിക്കാം. അല്ല ഇബാറത്ത് ഹദീസിലൊക്കെ കുതിര കളിച്ച് നട്ടം തിരിക്കല്ലേ, റൂമിൽ ആളെ കൂട്ടി റൈറ്റ് കിട്ടാൻ വേണ്ടി കളിക്കല്ലേ. അറിയാം, നമുക്ക് മനസ്സിലായി. മോഹനാൻ ഉസ്താദ്, ഞാൻ മൈക്കെടുത്ത അതിനല്ല കേട്ടോ. ഞാൻ മൈക്കെടുത്തത് ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഫൈസി ഉസ്താദ് നിങ്ങൾക്ക് പറ്റോ പറ്റൂല എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം മൂപ്പർ മൈക്കെടുത്ത് എങ്ങനെ പറയും, മൂപ്പർ പറ്റൂല എന്ന് പറയും. ഒരു ടെക്സ്റ്റ് മാത്രം അടിച്ചാൽ മതി. ശംസുദ്ദീൻ ഫൈസി ഉസ്താദ് നിങ്ങൾക്ക് പറ്റൂലേ? പറ്റൂലേന്ന്. ശംസുദ്ദീൻ ഫൈസി ഉസ്താദ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എസ് അടിക്കാം, ഇല്ലെങ്കിൽ നോൺ അടിക്കാം. മൂപ്പർ മൈക്കിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ടാണ്. മോഹനാൻ ഉസ്താദ്, ശംസുദ്ദീൻ ഫൈസി ഉസ്താദ് നിങ്ങളുടെ മൈക്കിന്റെ ആവശ്യമില്ലല്ലോ. ഇനി നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൈക്കിൽ സംസാരിച്ച് സമയം കളയേണ്ട, അതിന് വേണ്ടിയിട്ടാണ്. ശംസുദ്ദീൻ ഫൈസി ഉസ്താദ് മൂപ്പർക്ക് ഫിക്കൊക്കെ നന്നായിട്ട് തിരിയും. മൂപ്പർ വന്നാൽ മതിയോ? നിങ്ങൾ അതല്ലേ ചോദിച്ചത്? ഫിക്കു തിരിയുന്ന ആള് മൈക്കിൽ വന്നല്ലേ പറഞ്ഞത്? ശംസുദ്ദീൻ ഫൈസി ഉസ്താദിന് ഫിക്ക് തിരിയും, അബ്ദുൽ അസീസ് കാന്തപുരം ഉസ്താദിനും ഫിക്ക് തിരിയും, ബഹുമാനപ്പെട്ട മജീദ് ആരിഫ് ഉസ്താദിനും ഫിക്ക് തിരിയും, അതുപോലെ തന്നെ ബിൻ ഹൈദർ ഉസ്താദിനും ഫിക്ക് തിരിയും. ഇതിൽ ഞാൻ സജസ്റ്റ് ചെയ്തത് ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഫൈസി ഉസ്താദ് വന്നോട്ടെ. അല്ലെങ്കിൽ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോൺ അടിച്ചോന്ന്. ഇങ്ങനെ പ്രശ്നം നോൺ അടിക്കാൻ ഞാൻ വേറെ ഉസ്താദന്മാരെ വിളിക്കും. എന്റെ മോനാനും ഒന്ന് യെസ്സോ നോൺ അടിക്കി. മൈക്ക് വേണം അല്ലെ? ഇപ്പൊ എന്തെങ്കിലും വിളിച്ച് ഇങ്ങനെ പരപരപരപരന്ന് പറയും. ബി പി കുറക്ക് കേട്ടോ. നിങ്ങൾ പഴയ മോനാനും ആകുന്നുണ്ട്, അത് ആകരുത് ദയവ് ചെയ്ത്. നിങ്ങൾ എങ്ങനെയെങ്കിലും നന്നാക്കാൻ നോക്കുകയാണ് ഞങ്ങള്. അതുകൊണ്ട് ബി പി ഒക്കെ കുറച്ചിട്ട് നല്ല സാവധാനത്തിൽ പറയാ. പിന്നെ ഇനി ഞാൻ മൈക്ക് എടുക്കേണ്ടായിരിക്കുന്നത് മൂപ്പർ പറയാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉസ്താദ്മാരോട് പറയാണ്, ഉസ്താദ്മാരെ ഒന്നുമല്ല വിഷയം. നമ്മുടെ മോനാന് മൈക്ക് എടുത്തിട്ട് ചർച്ച തുടങ്ങുമ്പോൾ തന്നെ മൈക്ക് എടുത്ത് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ, അതായത് എന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഞാൻ യോഗ്യനല്ല, നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കാൻ ഞാൻ യോഗ്യനല്ല, പറ്റൂല എന്ന് മൂപ്പർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പ്രശ്നമാണ് എന്റെ മകളുടെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്കുള്ളത്, അതൊന്ന് പറഞ്ഞു തരണം. എന്നത് പോരായ്മയാണെങ്കിൽ അത് ഞാൻ തീർക്കാം, അതിന് വേണ്ടിയിട്ടാ ചോദിക്കുന്നത് പറഞ്ഞപ്പോ മൂപ്പർ പറഞ്ഞു, നിങ്ങൾ 6ാം ക്ലാസ്സുകാരനാണ്, നിങ്ങൾക്ക് തിരിയൂല, അത് പണ്ഡിതന്മാരോട് സംസാരിച്ചാലേ മനസ്സിലാകൂ, നിങ്ങളുടെ ക്ലാസ്സിലുള്ള പണ്ഡിതന്മാരെ വിളിക്കൂ എന്നാ പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് കാന്തപുരം ഉസ്താദ്, അതുപോലെ തന്നെ മജീദ് ആരിഫ് ഉസ്താദ്, ശംസുദ്ദീൻ ഫൈസി ഉസ്താദ് ഒക്കെ പിന്നെ ഞങ്ങൾ കൈപൊക്കാൻ പറഞ്ഞിട്ടുള്ളത്. അവർ കൈപൊക്കിയിട്ടുണ്ട്. ഇനി മോനാനു നിങ്ങൾ മൈക്കിലേക്ക് വന്നോളൂ. നിങ്ങൾ വന്നതിന് ശേഷം നമ്മുടെ ഉസ്താദുമാർ ആരെങ്കിലും നിങ്ങൾക്ക് മറുപടി പറയും. ഞാൻ മൈക്കിൽ വിളിച്ചു കടന്നു വീണത് നിങ്ങൾ പറഞ്ഞത് തന്നെ നിൽക്കണം. മേക്കൽ വിട്ടാളാ ചൂട് അങ്ങനെ കൂടണ്ട. ബി പി കൂടിയിട്ടല്ല, കാരണം മനസ്സിൽ സമയം കൊല്ലാണ്. എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞ വിഷയം ഈ ചോദ്യത്തിന് അത് ഉത്തരം പറയാ എന്ന 6 ഉസ്താദുമാർ മേക്കെടുത്ത് പറയട്ടെ, ചോദിച്ചോളൂ. അല്ലാതെ ആരെ പറ്റ ഞാൻ ആരും കണ്ട ആളല്ല. നിങ്ങൾ ഈ കൂട്ടത്തിൽ ഒറ്റ കണ്ട ആളല്ല. ഒരു ഉസ്താദ് പറയട്ടെ, മേക്കെടുത്ത് ചോദിച്ചോളൂ, നിങ്ങൾ സംശയം ചോദിച്ചോളൂ, ഫിഖ്ഹ്പരമായ മസല ചോദിച്ചോളൂ എന്ന് പറയട്ടെ, അപ്പോൾ മേക്കെടുക്കാം. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ ആളൊന്നും കണ്ടില്ല. പിന്നെ എന്റെ ചോദ്യമാണ്, ഉസ്താദ് മതി കേട്ടോളൂ. എന്റെ ചോദ്യം ഈ വിഷയമാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു നിക്കാഹ്, ഒരു മോളെ കെട്ടിച്ചു കൊടുക്കാനോ ഒരു നിക്കാഹിന്റെ സദസ്സിൽ സാക്ഷിയാവാൻ പോലും യോഗ്യനല്ല. പല ആളുകളും നിങ്ങൾ ഈ റൂമിൽ ഞാൻ കേട്ട് പഠിക്കുക എന്നാണ് പറഞ്ഞത്. അല്ലാതെ ആയത്തോ ഹദീസോ ഇബാറത്തോ ഒന്നുമല്ല. കാരണം വിഷയം വളച്ചൊടിച്ച് കള്ളകഥ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവമുള്ള നിങ്ങൾക്ക് ഇത് ബി പി ആയിട്ടും തോന്നും, എ പി ആയിട്ടും തോന്നും, എല്ലാം നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് തോന്നും. കാരണം നിങ്ങൾക്ക് വിവരമില്ലാത്ത കെട്ടുകഥകളുടെ പിന്നാലെ പോകുന്ന ആളുകളാണ്. അതിന് യോഗ്യരായ ഉസ്താദ്മാർ ചോദിച്ചോളൂ എന്ന് മേക്കെടുത്താൽ മതി. അത് ഷാബുദ്ദീനായാലും പാടില്ല, ഇബിച്ചിക്കായാലും പാടില്ല, ഞാൻ പിന്നെ ആയാലും പാടില്ല, ചോദിച്ചോളൂ. ഫിഖ്ഹ് മസല ചോദിച്ചോളൂ. ഏർപ്പിക്കതിനെ പറ്റില്ല കേട്ടോ, കാരണം അത് പറഞ്ഞ കൂടുതൽ പറഞ്ഞു പോയതാ. കാരണം ആ സാധനത്തെ പറ്റൂല. ഹലോ, കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
ബഹുമാനമുള്ള സഹോദരന്മാരെ, ഇവിടെ എന്തോ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാനൊന്ന് പുറത്തുപോയി പെട്ടെന്ന് ക്ലാസ് റൂമിൽ കയറിയത്. ഇവിടെ ഭയങ്കര ഒച്ചപ്പാടാ. ഏതായാലും ഇവിടെ മോനാനു എന്ന് പറഞ്ഞ ഐഡിയയിലുള്ള സഹോദരൻ എന്തോ ഒരു ആരോപണം ARCKPയുടെ പേരിൽ ഉന്നയിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അദ്ദേഹം ഫിഖ്ഹ് സംബന്ധമായ ഒരു വിഷയത്തിൽ ARCKPക്ക് അർഹതയില്ല എന്ന സ്വരത്തിൽ സംസാരിക്കുന്നതും കേൾക്കാൻ സാധിച്ചു. ആ വിഷയം അദ്ദേഹം ഒന്ന് പറയണമെന്ന് വിനീതമായി അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. ഞാന് വലിയ ആലിമോ മുജ്തഹിദോ ഒന്നുമല്ല, പക്ഷെ അത്യാവശ്യം കിതാബൊക്കെ നോക്കി കാര്യങ്ങൾ ഇങ്ങനെ പറയാനുള്ള ചെറിയൊരു കഴിവൊക്കെ ഉണ്ട്. കിതാബ് വായിച്ചു നോക്കി വിവരങ്ങളൊക്കെ നോക്കിയെടുക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ചോദിക്കുമ്പോൾ മസ്വല കിട്ടിയിട്ടില്ലെങ്കിലും അത് നോക്കിയിട്ട് പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആ വിവരം മോനാനുവിനെ അറിയിക്കുകയാണ്. അടുത്ത് മൈക്കിൽ വന്നിട്ട് മാന്യമായ ഭാഷയിൽ നിങ്ങൾ കുറെ 2-4 പ്രാവശ്യം മൈക്കെടുക്കുന്നത് ഞാൻ കേട്ടു. നിങ്ങൾ ശൈലി പച്ചനുണ പറയല്ലേ എന്നാണ് എപ്പോഴും പറയുന്നത്. ആ ശൈലി അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് മാന്യമായി നല്ല ഭാഷ ഉപയോഗിച്ച് സംസാരിക്കാൻ ശ്രമിക്കണം എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ വിഷയം എന്താണെങ്കിൽ അത് മാന്യമായി മൈക്കിൽ വന്ന് അവതരിപ്പിക്കണം എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തി റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വിഷയം ചുരുക്കി പറഞ്ഞ പിന്നെ പച്ചമണ പറയല്ലേ എന്ന് പറയുന്നത് കാരണം താങ്കളോട് പോലും ഞാൻ എന്തൊക്കെയോ സംവദിച്ച് ഞാൻ തോറ്റുകൂടിയ ആളാണെന്നൊക്കെ അയാൾ പറഞ്ഞപ്പോ പച്ചമണ പറയല്ലേ എന്ന് പറയാൻ കാരണം താങ്കൾ തന്നെ അത് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞു ആ വിഷയം ഞാൻ അവിടെ അവസാനിപ്പിച്ചു. അതുകൊണ്ട് പച്ചമണ പറയല്ലേ, കാരണം അത്ര കുറച്ച് നാവാണ് അദ്ദേഹത്തിന്റെ സംസാരം. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് പറയുന്നത്. പിന്നെ എന്റെ വിഷയം ഇതാണ്, അത് കേൾക്കണം. ഞാൻ ഇന്ന് കുറെ സമയം അദ്ദേഹത്തിന്റെ സംസാരം കേട്ടിരുന്നു. അങ്ങനെ എന്റെ മോനാൾ വന്നിട്ടുണ്ട്, മൈക്കിലൊക്കെ വരും എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറ്റേ കടന്നു പോയ സംസാരത്തിന്റെ വ്യക്തിയാണ്. നിങ്ങൾക്ക് ഒരു നിക്കാഹ് ചെയ്തു കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു നിക്കാന്റെ സദസ്സിൽ സാക്ഷിയാവാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എത്തിപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞ് ആ വിഷയം ഇന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞു ആ വിഷയം നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഫിഖ്ഹ് മസാല കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പണ്ഡിതനോട് ഞാൻ ചോദിക്കും, അത് കേട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ അദ്ദേഹം പണ്ഡിതന്മാരെ തരാൻ തുടങ്ങിയതാണ്. നൂറുദ്ദീൻ ഫൈസി, മറ്റേ ഫൈസി ഒക്കെ പറഞ്ഞ് വിഷയങ്ങൾ എത്തി. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ശംസുദ്ദീൻ ഫൈസി വന്നിട്ടുണ്ട്, നിങ്ങൾ പറയൂ ഞാൻ ചോദിക്കട്ടെ. പക്ഷെ അദ്ദേഹം വന്ന് ഇടയ്ക്ക് ആരും വരാൻ പാടില്ല. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പറയുന്നു, അദ്ദേഹം കേട്ട് പഠിക്കുന്നു. പറ്റുമെങ്കിൽ പറഞ്ഞോളൂ. മനസ്സിലാം. അദ്ദേഹം പഠിക്കാതിരിക്കോ ചെയ്യട്ടെ. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചോളൂ. നിങ്ങൾക്ക് ചോദിക്കാനുള്ള സംശയം ചോദിച്ചോളൂ, അതിന്റെ മറുപടി പറയാം. അദ്ദേഹത്തിന് പഠിപ്പിക്കാനല്ലല്ലോ നിങ്ങൾ വന്നത്. നിങ്ങളുടെ ചോദ്യം ചോദിക്കാം, അതിന് മറുപടി ഇവിടുന്ന് കിട്ടും ഇൻഷാ അല്ലാഹ്. ഫൈസി എനിക്ക് അറിയുന്ന വിഷയമാണ്. അത് നിങ്ങളുടെ റൂമിലുള്ള ആളുകൾ ഞാൻ ചോദിച്ച് വെച്ച വിഷയമാണെന്ന് ധരിച്ചോളൂ. പക്ഷെ ഞാനത് നിങ്ങളുടെ റൂമിൽ നിന്നുള്ള ഒരു പണ്ഡിതൻ പറഞ്ഞ അതെങ്കിലും അയാൾ നിശ്ചയിക്കുമല്ലോ, അതെങ്കിലും അദ്ദേഹം ആ വ്യക്തി മനസ്സിലാക്കുമല്ലോ. അതുകൊണ്ടാ പറയുന്നത്, അദ്ദേഹം കേട്ട് പഠിക്കുമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ആ വിഷയം പഠിക്കുകയണ്ട.
പഠിച്ചതുകൊണ്ട് ഞാൻ ചോദിക്കാം, ഞാൻ അതുകൊണ്ട് ചോദിക്കാൻ തയ്യാറായെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ചോദിക്കാം. അദ്ദേഹം പഠിക്കട്ടെ. കാരണം എനിക്ക് പഠിക്കാനല്ല, എനിക്ക് പഠിക്കാൻ ഇവിടെ ഒന്നും ചോദിക്കൂല. എനിക്ക് പഠിക്കാൻ നിങ്ങൾ ചോദിക്കണമെങ്കിൽ അത് നാലാംകട അങ്ങാടി വർത്താനം ചോദിക്കേണ്ടി വരും, ഇവിടെ കിട്ടൂല. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ്, അദ്ദേഹം നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം പറയാൻ തയ്യാറായിട്ടെങ്കിൽ പറഞ്ഞോളൂ, മസാല പറയാൻ. ഇയാളോടല്ലേ മലയാളത്തിൽ പറയണത് ചോദിച്ചോളൂ പറയാൻ? പിന്നെയും ചോദിക്കണോ പറഞ്ഞ അവിടെ നിൽക്കണോ? നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചോളൂ, അതല്ലേ പറഞ്ഞത്. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാം, അതല്ല ഞാൻ നേരത്തെയും പറഞ്ഞേ. പിന്നെയും ചോദിക്കണം. ഈ ക്ലാസ് റൂമിലുള്ള ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? മോനാനു എന്ന ഐഡിയിലുള്ള ആൾക്ക് ചോദിക്കാനുള്ള കാര്യം ചോദിക്കാം, അതിന്റെ മറുപടി ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് കൊടുക്കും. അതങ്ങനെ ഒരു കടുത്ത മസലയാണെങ്കിൽ ഇപ്പൊ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ കിതാബ് നോക്കിയിട്ട് പറയും. നമുക്കങ്ങനെ അഹങ്കാരമൊന്നുമില്ല, എല്ലാം പഠിച്ചിരിക്കുകയാണെന്നൊന്നും പറയണില്ല. ഇവരെ ഈ കാണുന്ന ആൾക്കാർക്കൊക്കെ അത് മനസ്സിലായി. ഇനി മൈക്കിൽ വന്ന് നേരെ നിങ്ങളെ ചോദ്യം ചോദിക്കാം. പിന്നെ ഞാൻ ആദ്യം ഒരു സാമ്പത്തിക ചോദ്യം ചോദിക്കുന്നത്, ഇതൊരു പബ്ലിക്, നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ മറുപടി പറയണം. ഇതൊരു പബ്ലിക് വേദിയല്ലേ? നമ്മളാരും മുഖാമുഖം കാണുന്നില്ലെങ്കിലും ഒരു പബ്ലിക് വേദിയായിട്ട് നിങ്ങൾ പരിഗണിക്കുമോ? ഇതൊരു പബ്ലിക് വേദിയായിട്ട് പരിഗണിക്കുമോ എന്നാണ് ആദ്യത്തെ. അത് സ്വാഭാവിക ചോദ്യമാണ്. ഞാൻ ചോദ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നേ ഉള്ളൂ. അപ്പൊ അതിനൊരു മറുപടി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. പരിഗണിക്കും. ഇനി അടുത്ത ചോദ്യം ചോദിക്കും. അത് അതെ, ഇപ്പൊ പറഞ്ഞത് ആരാണ്? ഇത് പബ്ലിക് അല്ലാതെ പിന്നെ റൂമില് വായിലടച്ച് ഞാനും നിങ്ങളും ഇരിക്കല്ലോ. ഇവിടെ കുറെ ആൾക്കാരുള്ളത് കണ്ടൂടെ? ഇത് പബ്ലിക്കാണെന്ന് അറിഞ്ഞൂടെ? പിന്നെ അത് പബ്ലിക്കാണോ എന്ന് പറഞ്ഞു തന്നിട്ട് വേണോ? ഇവിടെ 251 ID ആൾക്കാർ ഇരിക്കുകയാണ്. റേഡിയോയിൽ വേറെ ആൾക്കാർ കേൾക്കുന്നുണ്ട്. ഏത് ബൈലക്ഷമായി പരിചയമുള്ള ഏതൊരാൾക്കും അറിയാം ഇത് ഞാനും നിങ്ങളും മാത്രമല്ല കേൾക്കണതെന്ന്. ഈ 251 ആൾക്കാരും റേഡിയോ വഴി വേറെയുള്ള ആൾക്കാരും കേൾക്കുന്നുണ്ട്. അത്ര പബ്ലിക്കാണ്. അതെ, പബ്ലിക്കാണ് സംബന്ധിച്ചു. നമ്മൾ ഈ മസാലപരമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ തുടങ്ങുകയാണ്. ഒരു വ്യക്തിയെ കുറിച്ച്, ഉദാഹരണം ഒരു ഫുലാനെ കുറിച്ച്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു എ ആർ റഹ്മാൻ എന്ന് പറയാം. എ ആർ റഹ്മാനെ കുറിച്ച്, എ ആറിനെ പറയാം. എ ആറിനെ കുറിച്ച് ഒരു വ്യഭിചാര ആരോപണം നടത്തണമെങ്കിൽ അതിന്റെ മാനദണ്ഡം എന്ത്? എ ആർ എന്ന വ്യക്തിയെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്തണമെങ്കിൽ അതിന്റെ മാനദണ്ഡം എന്ത്? ഞാൻ ഉസ്താദ് ഉത്തരം പ്രതീക്ഷിക്കുന്നു. ഇതപ്പോ വലിയ തേങ്ങാക്കുലമായിട്ട് വന്നിരുന്നത്. ARCK മകളെ കല്യാണം കഴിച്ചു നിക്കാഹ് നടത്തി കൊടുക്കാൻ ഉള്ള മസലയെ പറ്റി ചോദിക്കണത്. ARCK കുറിച്ചുള്ള മസലയെ ചോദിക്കാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു AR അല്ല. ഏതായിരുന്നാലും ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി വരാം. വ്യഭിചാര ആരോപണം നടത്തണമെങ്കിൽ ആ വ്യഭിചാരം നടത്തിയതായിട്ട് തെളിയണം. ഒരാൾ വ്യഭിചരിച്ചു എന്ന് പറയണമെങ്കിൽ അത് നടത്തിയതായിട്ട് തെളിയണം. എങ്ങനെ തെളിയണം? അത് എങ്ങനെ തെളിയണം? ഇപ്പൊ ഈ AR ഞാൻ പറയാണ്, AR വ്യഭിചാരം നടത്തി,
അത് തെളിയണം. എങ്ങനെ തെളിയണം? അതാണ് അടുത്ത ചോദ്യം. എങ്ങനെ തെളിയണം? ഒന്നുകിൽ അതിന്റെ 4 സാക്ഷികൾ വേണം, അല്ലെങ്കിൽ ചെയ്ത ആൾ ഇഖ്റാർ ചെയ്യണം. എന്താ വേണ്ടത്? ഒന്നുകിൽ അതിന്റെ സാക്ഷികൾ വേണം, 4 സാക്ഷികൾ വേണം, അല്ലെങ്കിൽ ചെയ്ത ആൾ ഇഖ്റാർ ചെയ്യണം. ഇത് രണ്ടും ഉണ്ടായിട്ടില്ല. 4 സാക്ഷികളോ ഇല്ല, ചെയ്ത ആൾ ഇഖ്റാർ ചെയ്തിട്ടുമില്ല എങ്കിൽ, 4 സാക്ഷികളുമില്ല, ചെയ്തയാൾ ഇഖ്റാർ ചെയ്തിട്ടും ഇല്ല എങ്കിൽ, ചോദ്യം വ്യക്തമാണല്ലോ. സാക്ഷികളുമില്ല, ചെയ്തയാൾ ഇഖ്റാർ ചെയ്തിട്ടുമില്ല എങ്കിൽ പറയൂ. വ്യഭിചാരം നടത്തിയ ആൾ ഇഖ്റാർ ചെയ്താൽ, ഒന്നുകിൽ ചെയ്ത പുരുഷൻ പറയുക ഞാൻ ഇന്ന പെണ്ണിനെ വ്യഭിചരിച്ചു എന്ന്, അല്ലെങ്കിൽ ചെയ്യപ്പെട്ട പെണ്ണ് പറയുക ഇന്ന പുരുഷൻ എന്നെ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന്. അതല്ലെങ്കിൽ നേരിട്ട് ആ പണി നടത്തുന്നത് 4 പേർ കണ്ടതായിട്ട് സാക്ഷി പറയുക ഖാദിയുടെ മുമ്പിൽ. ഈ പറയപ്പെട്ട രൂപത്തിൽ ഇഖ്റാറോ ഷഹാദത്തോ ഉണ്ടായിട്ടില്ലെങ്കിൽ പറഞ്ഞയാളെ ഖദ്ഫിന്റെ ഹദ്ദടിക്കണം എന്നാണ് മസ്അല. മസ്അല എങ്ങനെ ചോദിച്ച് നീട്ടിക്കൊണ്ടുപോകരുത്, വിഷയത്തിലേക്ക് വരണം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകരുത്, വിഷയത്തിലേക്ക് വരണം. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറ. അപ്പോ 4 സാക്ഷി വേണം, അല്ലെങ്കിൽ വ്യഭിചരിച്ചയാൾ ഇഖ്റാർ ചെയ്യണം. അങ്ങനെ 4 സാക്ഷി ഖാദിന്റെ മുന്നിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ, സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, ചെയ്ത ആൾ ഇഖ്റാർ ചെയ്താൽ, അതായത് ഇഖ്റാർ ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട ശിക്ഷ കൊടുക്കും. അത് എന്ത് ശിക്ഷ കൊടുക്കുക എന്ന് പുസ്തകം പറഞ്ഞു, ഹജ്ജടിക്കണം അല്ലേ? ഈ 4 സാക്ഷികൾ ഇല്ല, ചെയ്ത ആൾ ഇഖ്റാർ ചെയ്തിട്ടില്ല എങ്കിൽ കാരണം അദ്ദേഹം എന്താ പറഞ്ഞത്? ആ പറഞ്ഞ ആളെ സാക്ഷിക്ക് പറ്റുമോ? ചോദ്യം. ഇങ്ങനെ കഞ്ചല്ലാരോപ്പണം, അതായത് ഖദ്ഫ് പറഞ്ഞ ആള് സാക്ഷിക്ക് പറ്റുമോ? നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നും കൂടി മസലയിൽ പറയണം. ഈ വ്യക്തിയെ, ഈ ഖദ്ഫ്, ഈ പെൺചെല്ലാരോപണം പറഞ്ഞ ഈ വ്യക്തിയെ സാക്ഷിക്ക് പറ്റുമോ? ഇസ്ലാമിക ദൃഷ്ട്യാ സാക്ഷിക്ക് പറ്റുമോ? അല്ല നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്നുകൂടി മസാല വ്യക്തമാക്കി പറഞ്ഞുള്ള നന്നായിരുന്നു. തെളിവില്ലാതെ ഒരാളുടെ പേരിൽ ഖദ്ഫ് നടത്തിയാൽ അയാളെ സാക്ഷിക്ക് പറ്റില്ല. ഇവിടെ ഏതാണ് വിഷയം എന്ന് ചോദിക്കാനാ പറഞ്ഞത്. ഇവിടെ എന്താണ് വിഷയം? ലോകത്തുള്ള ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് പറയാനല്ല, ഇവിടെ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട് എന്താണ് വിഷയം? അത് തീർക്കാനായി സമയമില്ലാത്ത സമയത്ത് വന്നിരിക്കുന്നത്. ചോദിച്ചതിന്റെ മറുപടി പറഞ്ഞു. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ വീണ്ടും ചോദിക്കാം. അദ്ദേഹത്തിന് സാക്ഷിക്ക് പറ്റില്ല എന്നും പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഉദാഹരണത്തിന് ശംസുദ്ദീൻ ഫൈസിന്റെ മോളെ നിക്കാഹ് ചെയ്തു കൊടുക്കണം എന്ന് AR-നോട് പറയാണ്. ആ ഫുലാൻ AR-നോട് പറയാണ്. അങ്ങനെ അയാളെ അങ്ങനെ ആ നിക്കാഹ് ഏൽപ്പിക്കപ്പെടാൻ പറ്റുമോ?
സാക്ഷിക്കും പറ്റില്ല. അതിന്റെ ശരീരത്തിന്റെ ദൃഷ്ടിയ അദ്ദേഹത്തെ സാക്ഷിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോ എന്തിനു അത് നിക്കാഹിന്റെ സദസ്സിൽ സാക്ഷിക്ക് പറ്റില്ല, നിക്കാഹിന്റെ സദസ്സിൽ സാക്ഷിയാകാൻ പോലും പറ്റില്ല എന്ന് താങ്കൾ പറഞ്ഞു. ഇനി ഒന്നുകൂടി വ്യക്തമാക്കി പറയൂ. അദ്ദേഹം വേറെ വക്കാലത്ത് മുഖേനയോ ഒരു നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അദ്ദേഹം ആ ഫുലാൻ ഒരു നിക്കാഹ് ചെയ്തു കൊടുത്താൽ അത് ഇങ്ങനെ കഥസ് പറയുന്ന ഒരു വ്യക്തി, സ്ഥിരമായിട്ട് പറയുന്ന വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് അതിന് പറ്റുമോ എന്നുകൂടി ഒന്ന് വ്യക്തമായി പറഞ്ഞു തരാൻ പറ്റിയാൽ നന്നായിരുന്നു. അതിന്റെയൊക്കെ മറുപടിയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മൈക്കെടുത്ത് പറഞ്ഞത്. ചോദിച്ചതന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കരുത്, വേറെ എല്ലാം ചോദിക്കാണ്ടോ? അതിന്റെയൊക്കെ മറുപടി ഇവിടെ പറഞ്ഞു. ഈ പറഞ്ഞതിന് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു ഇതിന്റെ മുമ്പ് മൈക്കെടുത്തപ്പോ. ഇനിയും അതെന്നെ ചോദിക്കരുത്, വേറെ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കേ, അല്ലെങ്കിൽ ഇവിടെ വേറെ ആൾക്കാരുണ്ട്. കഥഫ് പറയലുണ്ട് ആരെങ്കിലും ഇവിടെ? സംശയത്തിൽ തുടരുക. കാരണം നമുക്ക് കേൾക്കുന്നവർക്കൊരു സുഖം ഉണ്ടാവും. വിഷയം അങ്ങനെ തുറന്നു പോയിക്കോട്ടെ. കാരണം ഇത് അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ പാട്ടുണ്ടെങ്കിൽ ആരും പറഞ്ഞാൽ മതിയല്ലോ. അപ്പം ഞാൻ അത് ചോദ്യം തുടരില്ല. കാരണം ജനങ്ങൾക്ക് വ്യക്തമായിക്കോട്ടെ. കാരണം ഇപ്പൊ 254 ഐഡി ഒരിക്കലും ഈ സമയത്ത് നിങ്ങൾ ഈ റൂമിൽ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പം സംസാരം കേൾക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിക്കോട്ടെ, എനിക്ക് മനസ്സിലായിക്കോട്ടെ, നിങ്ങൾക്ക് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ. അപ്പൊ സദ്യത്തെ സാക്ഷിക്ക് പറ്റൂല, നിക്കാഹിന് പറ്റൂല, അതൊക്കെ നിങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു അല്ലേ? ഇതാണ് വിഷയം. ഇവിടെയാണ് തുടങ്ങുന്ന വിഷയം ആയിട്ടില്ല. വിഷയത്തേക്ക് മറന്ന വിഷയത്തേക്ക് നിങ്ങൾ പറയുന്ന ARCKP എന്ന ഈ വ്യക്തിന്റെ നാവിൽ നിന്ന് കേട്ട ഒരു വിഷയം ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നു. ഡോക്ടർ ആരും മാറ്റില്ല, ദയചേച്ച് വിഷയത്തിലേക്ക് വരട്ടെ. പാറക്കടവ് 3 കുട്ടികളുടെ പേരിൽ ഒരുപാട് ദിവസം ഈ മനുഷ്യൻ ഈ ഹദീസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇത് പറയണമെങ്കിൽ നിങ്ങളിപ്പോ ഈ റൂമിലുള്ള ആളാണല്ലോ, അടിമിനാണ് സംശുദ്ദീൻ ഫൈസി. അദ്ദേഹം ഇത് പറയണമെങ്കിൽ എത്രത്തോളം അദ്ദേഹത്തിന് തെളിവ് കിട്ടേണ്ടതായിരുന്നു എന്നും കൂടി നിങ്ങൾ പറയണം. ആ പാറക്കടവ് സംഭവത്തിൽ ഇങ്ങനെ പറയാൻ ആ കുട്ടികൾ ആ ഒരു പെൺകുട്ടിയെ പിച്ചു ചീന്തി 3 ആളുകൾ അവരെ വികാരത്തിന് വേണ്ടി പിച്ചു ചീന്തി ബലാത്സംഗം ചെയ്തു എന്ന് പച്ചക്ക് വിളിച്ച് പറഞ്ഞ ARCKPക്ക് പറയാൻ എത്രത്തോളം തെളിവ് വേണ്ടിയിരുന്നു എന്നൊരു മസാല കൂടി പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ബാക്കി കുറച്ച് കാര്യങ്ങൾ പിന്നെയും പറയാണ്ട് ഈ വിഷയം നിങ്ങൾക്ക് എന്താണ് വിഷയം ARCKPയിലെ ബന്ധിപ്പിക്കുന്ന വിഷയം എന്നല്ലേ, അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ മനസ്സിലാവും അദ്ദേഹം ചെയ്യുന്ന തെറ്റിന്റെ വലിപ്പം. ARCKP ഈ ക്ലാസ് റൂമിന്റെ അഡ്മിനാണ്. ഈ ക്ലാസ് റൂമിൽ നടക്കുന്ന ചർച്ചകൾ അദ്ദേഹം നിയന്ത്രിക്കാറുണ്ട്. ഇവിടെ ആവശ്യമാകുന്ന മറുപടി അദ്ദേഹം പറയാറുണ്ട്. അതിൽ ചിലപ്പോൾ പാറക്കടവ് വിഷയം വരും, ചിലപ്പോൾ വേറെയുള്ള വിഷയങ്ങളൊക്കെ വരും. ആ വിഷയങ്ങൾക്ക് അതിൻ്റെതായ രൂപത്തിൽ പ്രതികരിക്കും. പാറക്കടവ് വിഷയം എന്തായിരുന്നു വസ്തുത എന്ന് ആ കുട്ടിയുടെ പിതാവും മറ്റു ബന്ധുക്കളുമൊക്കെ ലോകരുടെ മുമ്പിൽ വന്ന് പറഞ്ഞതാ. ആ കുട്ടിയുടെ പിതാവിന്റെ അത്ര ഏതായാലും ബാക്കിയുള്ളവർക്ക് വിഷമമുണ്ടാവില്ലല്ലോ. ആ കാര്യം ഇവിടെ ചർച്ച ചെയ്യുകയേ ചെയ്തിട്ടുള്ളൂ. റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന കുട്ടിയുടെ 4 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയുടെ പിതാവ് പത്രക്കാരോടും മാധ്യമങ്ങളുടെയും മുമ്പിൽ വന്ന് കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. അദ്ദേഹത്തെ പല രീതിയിലും
പണം കൊടുത്തും മറ്റും വശീകരിക്കാൻ ശ്രമിച്ചു എന്നും പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു എന്നുമൊക്കെയുള്ള വാർത്തകൾ പല തവണയായി അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മോനാണ് പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ വലിയ ഒരു പണ്ഡിതൻ 4 വയസ്സുള്ള ആ കുട്ടിയെ കളിയാക്കിയാണ് പത്രക്കാരുടെ മുമ്പിൽ സംസാരിച്ചത്, പത്രസമ്മേളനം വിളിച്ച്. TV മാധ്യമ പ്രവർത്തകർ മുഴുവനും അതിന്റെ പേരിൽ അതിന്റെ മുമ്പൊരിക്കലും പറയാത്ത രൂപത്തിൽ ആ പണ്ഡിതനെ ആക്ഷേപിക്കുകയും ചെയ്തത് നമ്മളൊക്കെ കേട്ടതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആ വിഷയം ഇവിടെ ആ രൂപത്തിൽ ചർച്ച ചെയ്തു എന്നല്ലാതെ അതിലപ്പുറത്തേക്കൊന്നും ARCKP ഒന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ പേരിൽ നിങ്ങൾ ഈ പറയപ്പെട്ട കൗസും ഹദ്ദും ഒന്നും ഏറ്റുവാങ്ങാൻ ARCKP കുറ്റം ചെയ്തതായി ക്ലാസ് റൂമിൽ വേറെ ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും സമൂഹം മൊത്തം തെറ്റായി കാണുന്ന കാര്യം സംഭവിച്ചപ്പോ സമൂഹമൊക്കെ അത് വിളിച്ചു പറഞ്ഞത് അതിന്റെയൊക്കെ 10-1 അംശം പോലും ഇല്ലാത്ത രൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ചിട്ടേ ഉള്ളൂ. അത് നിങ്ങളുടെ പ്രസ്ഥാന ബന്ധുക്കളായി എന്നതുകൊണ്ട് തെറ്റാകാതിരിക്കില്ല. അവിടെ ചെയ്തു എന്നുള്ളത് ഇവിടെ ആരോപണം നടത്തി എന്നതിന്റെ പേരിൽ ആ ചെയ്ത തൊട്ട് മാഞ്ഞു പോവുകയുമില്ല. അതുകൊണ്ട് മോനാനു വിഷയം മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോ ഒരാളെക്കുറിച്ച് അയാളെ സാക്ഷിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് അയാളുടെ പേരിൽ കൃത്യമായി നിങ്ങൾക്ക് തെളിവുണ്ടായിട്ടായിരിക്കണം പറയേണ്ടത്. മറ്റുള്ളവനെ മാത്രം ആരോപണം നടത്താൻ പഠിച്ചാൽ പോരാ. ഒരാളെ സാക്ഷിക്ക് പറ്റില്ല, അയാളെ മകളെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്നൊരാളെ കുറിച്ച് പറയുമ്പോൾ അയാളെക്കുറിച്ച് കൃത്യമായ തെളിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ആ രൂപത്തിലൊക്കെയാണ് നീതിപൂർവമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് തെളിവുകളൊന്നും ഹാജരാക്കാതെ ആരോപണം മാത്രം പറയുന്നത് നേരെ ചൊവ്വെ പറഞ്ഞാൽ അത്ര സുഖകരമായ കാര്യമല്ല എന്ന് സ്നേഹത്തോടുകൂടി ഉണർത്തുകയാണ്. ആ വിഷയത്തിലൊന്നും നമുക്ക് ആരോടും പക്ഷപാതമില്ല. അല്ലാഹുവിന്റെ ദീനിന്റെ വിധി വിളിച്ചു പറയുന്നതിൽ ആരെയും പേടിക്കേണ്ടതും ഇല്ല. അതുകൊണ്ട് കാര്യങ്ങളെ സമീപിക്കുമ്പോൾ കൃത്യമായ രൂപത്തിലായിരിക്കണം സമീപിക്കുന്നത് എന്ന് വിനീതമായി മോനാനുവിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. ARCKP മൈക്കിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഉസ്താദ് പോകരുത്. എന്റെ പേരിലാണല്ലോ അവസാനം ആരോപണം തിരിഞ്ഞു വന്നിട്ടുള്ളത്. എനിക്ക് അതിൽ ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഞനക്കാ പിന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ 3 കുട്ടിയുടെ പേര് പോലും അറിയില്ല. ഒന്ന്, ഞാൻ ആ കുട്ടിയും കുട്ടിയുടെ പിതാവും പറഞ്ഞ ഭാഗം ഇക്കാലത്ത് അത് ഉദ്ധരിച്ചിട്ടുണ്ടാകാം, ചില ആ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ടാകും, അത്രേ ഉള്ളൂ. മോനാനു എന്റെ പേരിൽ കള്ള ആരോപണമാണ് നടത്തിയിട്ടുള്ളത്. മോനാനു എന്റെ പേരിൽ കള്ള ആരോപണമാണ് നടത്തിയിട്ടുള്ളത്. ആ സംഭവ വികാസവുമായി ബന്ധപ്പെട്ട് SKSSFന്റെ മേത്ത് കുതിര കയറാൻ നോക്കിയപ്പോ ഇത് ഞങ്ങളുടെ എതിർ സംഘടന ഞങ്ങള് ഇകഴ്ത്താൻ വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞപ്പോ ആ വിഷയങ്ങൾ ഞാൻ വിശദീകരിച്ചിരുന്നു. അതിൽ ആ പിതാവിന്റെയും ആ കുട്ടിയുടെയും ഹിക്കായത്തുകൾ ഞാൻ എടുത്ത് വീണ്ടും ഉദ്ധരിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഇന്നാളാണ് പീഡിപ്പിച്ചത് എന്ന് ഞാൻ ഒരാളെ കുറിച്ചും ആരോപണം ഉന്നയിച്ചിട്ടില്ല. അതേ സമയത്ത് ചില ആളുകൾ ബസ് ക്ലീനറാണ് ഇതിന്റെ പ്രതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധുവിനെ കുടുക്കാൻ നോക്കിയിട്ടുണ്ട്, അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുമുണ്ട് എന്ന് സാന്ദര്യമായി അറിയിക്കുകയും ചെയ്യുന്നു. മൈക്ക് റിലീസ് ചെയ്യും. അസ്സലാമലൈക്കും. ശംസുദ്ദീൻ പൈസയോട് ഒരു സംശയം. ARCK പറയാത്ത കള്ളത്തരം പറഞ്ഞ മോനാനുവിന്റെ വിധി എന്താണ് ഇപ്പോ? അയാളഞ്ഞ് മോളെ കെട്ടിച്ച് നേരത്തിന് വേറെ ആരെയും വിടേണ്ടി വരുമോ? തിരിച്ചടിക്കോ? അതും ആളറിയാം.
ഹലോ അസ്സലാം. ഹലോ സുഹൃത്തുക്കളെ, സംസാരം കഴിയട്ടെ. ബടി പൊട്ടിക്കല്ലി ആസർ വൃന്ദാബാദ് വിളിക്കല്ലി. ആണുങ്ങളാണെങ്കിൽ നോക്കി ഇവിടെ സംശയത്തിൽ മുന്നേറി പോയിട്ടില്ലല്ലോ. മസാല പറയുന്നുണ്ട്. എന്ത് കഴിഞ്ഞ ഞങ്ങളെ മസാലയും കിതാബൊക്കെ ഇതാർക്കും അതീതൊക്കെ കഴിഞ്ഞ ബടി പൊട്ടിക്കണ ഇതൊക്കെ കാത്തേക്ക് വെയിറ്റിങ് പറഞ്ഞിട്ടില്ല എന്നാ. തോർന്ന പാച്ച പേര് തുണയും പറയുന്ന പറഞ്ഞില്ലാന്നാ. 1000 വട്ടം പറഞ്ഞില്ലാന്നാ. എത്ര വട്ടം പറഞ്ഞാണ്? ഞാൻ പറഞ്ഞാലുള്ള വിധിയാണ് ഈ പഠിക്കണ പോട്ടെ എന്നാണ് ഞാൻ പറയണേ. പച്ച നാളെ അദ്ദേഹത്തിന് ലെവല് പറ്റിയിട്ടുണ്ട്. എനിക്ക് സംസാരിക്കാൻ ഈ മാന്യമായ ഭാഷ ഉപയോഗിക്കുന്നവരുടെ താല്പര്യമുള്ളൂ. മസാല ചോദിച്ചതിന്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ക്ലാസ് റൂമിലുള്ള ആളുകൾ ഇദ്ദേഹം ചോദിച്ച ഏതെങ്കിലും ചോദ്യത്തിന് ഞാൻ മറുപടി പറയാതിരുന്നിട്ടുണ്ടോ? മോനാനും ഇതുവരെ ചോദിച്ച ഏതെങ്കിലും ചോദ്യത്തിന് ഞാൻ മറുപടി പറയാതിരുന്നിട്ടുണ്ടോ? ചോദിച്ച ചോദ്യത്തിനൊക്കെ മറുപടി പറഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് മാത്രം തികഞ്ഞില്ല എങ്കിൽ അത് എന്റെ കുഴപ്പമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറുപടി എന്റെ അടുത്ത് നിന്ന് കിട്ടണം എന്ന് പറഞ്ഞാൽ അതൊട്ട് സാധ്യമല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറുപടി എന്റെ അടുത്ത് നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. നിങ്ങളുടെ ഭാഷ വളരെ മോശമായിരിക്കുന്നു. അതിന്റെ പേരിൽ ആ രീതിയിൽ ഇനി മൈക്കിലേക്ക് വരേണ്ടതില്ല. മാന്യമായി ഞാനും നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടിട്ടാണ് ഞാൻ ഇപ്പോഴും സംസാരിക്കുന്നത്. മാന്യമായി സംസാരിക്കുമെങ്കിൽ മാത്രം മൈക്കിൽ വന്നാൽ മതി. പല ആളുകളും അദ്ദേഹത്തിന്റെ സംസാരം അതിര് കടക്കുന്നു എന്ന് PM ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മോനാനും എന്നെ മൈക്കിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോഴെന്നല്ല എപ്പോഴും, ഇത് സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമാണ്. ഇവിടെ വൃത്തികേട് വിളിച്ചു പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാന്യമായി മനുഷ്യനോട് സംസാരിക്കുന്ന രൂപത്തിൽ സംസാരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വരാവുന്നതാണ്. ഞാനും നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ട് മറുപടി പറയാനിപ്പോ. നിങ്ങൾ പറയുന്നതിനേറെ മലയാളം എനിക്കും അതിലേറെ കടുത്തതൊക്കെ പറയാനറിയാം. പക്ഷെ ഒരു മുസ്ലിം എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ ബദിയു, നാവ് ബടക്കായവൻ അവൻ സ്വർഗത്തിൽ കിടക്കൂല. അതുകൊണ്ട് അത്തരത്തിലുള്ള ബദാഅത്തിലേക്ക് വരരുത് എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ സ്വർഗത്തിൽ കിടക്കൂല എന്നല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആരോപണം പറയണ്ട. നാവ് മോശമായവൻ അവന്റെ കാര്യത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കർശനമായിട്ട് ഗൗരവമായിട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിൽ വൃത്തികേടുകൾ വിളിച്ചു പറയാനാണെങ്കിൽ മൈക്കിലേക്ക് വരേണ്ടതില്ല. മാന്യമായി വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ഇനിയും ആകാവുന്നതാണ്. എനിക്ക് ചെറിയൊരു അഭിപ്രായമുണ്ട്. കാരണം മൂപ്പര് RCKP അന്ന് ആ പേരെടുത്ത് പറഞ്ഞ മൂപ്പര് കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ കേട്ടിട്ടില്ല. മൂപ്പരത്ത് പ്ലേ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ അതൊന്നും ആ സൗണ്ട് കേൾപ്പിക്കാൻ പറ്റുക നന്നായിരുന്നു അല്ലെ. നമ്മൾ ആ സൗണ്ട് കേട്ടിട്ടില്ല. അന്ന് ആ ആളുകളെ വ്യക്തികളെ പേരെടുത്തുകാണ് പറഞ്ഞിരുന്നു ഞാൻ കേട്ടിട്ടില്ല. ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. കേട്ടിട്ടതാണ് RCKP ആ കുട്ടികളെ പേരെടുത്ത് പറഞ്ഞാണ് അങ്ങനെ പറഞ്ഞിരുന്നോ എനിക്കറിയില്ല. ഏതായാലും നിങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കേൾക്കായിരുന്നു. നിങ്ങൾ വെക്കുകയാണ് ചെയ്യുന്നത്. മോനാനോ ഒന്ന് പ്ലേ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഈ ക്ലാസ് റൂമിലുള്ള ആളുകൾക്കും കേൾക്കാലോ. ഇൻഷാ അല്ലാഹ്. മൈക്കിൽ വന്നാണ് മോശമായിട്ട് പറയില്ല കേട്ടോ. ഞമ്മക്കും എനിക്ക് നിങ്ങളിലേറെ ആ വാക്കുകളൊക്കെ പറയാം. അള്ളാ പോത്ത് വരുമ്പോഴൊക്കെ ഞാൻ ഉഷാറായിട്ട് പറയും. ചില മഹ്റജ് എന്ന് പറയാറ്. പക്ഷെ എന്താണോ ക്ലാസ് റൂം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ല ഇവിടെ
നിങ്ങളെ മയിലുള്ള ആൾക്കാരാണ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയത്. അപ്പൊ അതൊന്നും നിങ്ങൾ പറയണീലേറെ ഉഷാറായിട്ട് പറയാൻ കഴിയും. നമുക്കൊക്കെ അറിയാതെ അറിയാത്തോണ്ടൊന്നല്ല, ആ വാക്കുകളും തിരിയാത്തോണ്ടല്ല. അത് മോനെ നിങ്ങൾ ഒഴിവാക്കി പോണ്ട, നിങ്ങൾ ഉപയോഗിക്കുമ്പോ ശ്രദ്ധിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഞാൻ നിങ്ങളും ഒരു റൂമിൽ നിന്നല്ല സംസാരിക്കുന്നത്, 257 ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ പറ്റുകയാണെന്ന് നിങ്ങൾ ARCKP പറഞ്ഞ പേരെടുത്ത് പറഞ്ഞ ഓരോ വ്യക്തികളെ കുറിച്ച് പറഞ്ഞ് ആ ഭാഗം ക്ലാസ് റൂമിൽ വെക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊന്ന് കേൾക്കാരോ, ഒരു ആരോപണം ഉന്നയിച്ച് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമല്ലോ എന്നുള്ളത്. പടച്ചോനെ, ഈ കഴുതകൾക്ക് ബുദ്ധി എന്നാ നീ കൊടുക്കുക അല്ലാഹുവേ. ജാഫറ് വിഷയത്തിലേക്കാണ് സംശുദ്ധിമൊഴിയാറ് മാന്യമായി സംസാരിക്കാൻ പറഞ്ഞ. അപ്പോൾ അതിന്റെ അടിയിൽ കുറച്ച് ആൾക്കാർ വന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ സംസാരം കണ്ടുവിട്ടല്ലേ. അദ്ദേഹം വൈകി പോയിട്ടുണ്ട് വിഷയത്തിൽ നിന്ന് വൈകി പോയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ കഥസി പറഞ്ഞാൽ അതിലീരാവട്ടെ പറയുന്ന ഞാനാവട്ടെ എന്റെ വിധി എന്ത് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങലേ ഉള്ളൂ. അതിന്റെ മുമ്പ് നിങ്ങൾ പിന്നെ ഞങ്ങൾ സമയത്ത് വരണ്ടേ. ഞാൻ അദ്ദേഹം ചോദ്യം തുടരുകയാണ്. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ജാഫറിൽ അതിന്റെ ഇടയിൽ ചെറിയൊരു ഒട്ടിച്ചു, 3 ആളെ പേരെടുത്ത് പറഞ്ഞോളോ. അത് ചെറിയൊരു ഒട്ടിക്കൽ വേണ്ട, അതൊക്കെ കാരണം ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു. ഇപ്പോ അങ്ങനെയാണ് ഒരു സനിപ്പത്. ഇപ്പോ അങ്ങനെ പറഞ്ഞാൽ, ഇങ്ങനെ ഇല്ലാത്തത് പറഞ്ഞാൽ പബ്ലിക് ആദ്യം പറഞ്ഞ് ഞാൻ ചോദിച്ചത് ഇത് പബ്ലിക്കാണോ? അങ്ങനെ പബ്ലിക്കിൽ പറയുന്ന വ്യക്തിയുടെ വിധി എന്ത്? ഇയാൾ പറയണ്ടെന്ന് ജനങ്ങൾക്കറിയാലോ. അതിന്റെ റെക്കോർഡ്, മറ്റത്, അതിന്റെ അത് ടെസ്റ്റ്, മറ്റൊന്നും വേണ്ട. ഇയാൾ പറയണ്ടെന്ന് ജനങ്ങൾക്കറിയാലോ. ഒരു ദിവസം എത്ര പ്രാവശ്യം അയാൾ പറയണം ജനങ്ങൾക്കറിയാം, നിങ്ങൾക്കും അറിയാം. കാരണം നിങ്ങൾക്ക് അല്പെങ്കിലും ഉള്ളുണ്ടെങ്കിൽ നിങ്ങൾക്കും അറിയാം അത് പറയുന്നതിന്റെ വിധി എന്ത് എന്നാണ് ചോദ്യം. അതിനാണ് അത് എവിടെയൊക്കെ ലാസ്റ്റിന്റെ ചോദ്യത്തിന് മറുപടി ആയിട്ടില്ല. ഉസ്താദ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് സംശുദ്ധി ഉസ്താദിനോട് എന്റെ ചോദ്യം തുടങ്ങി. മോനാനോ, ഇവിടെ അൽഹംദുലില്ലാ 246ഓളം ഐഡികളുണ്ട്. ഈ ആളുകളൊക്കെ ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഫരീദ് ഉസ്താദ് നിങ്ങളിപ്പോ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ആ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിരുന്നു. ചില റൂമുകളൊക്കെ ലയിച്ചിട്ട് പോലും പരിതാപകരമായ സ്ഥിതിയാണ്. അതുകൊണ്ട് അമീർ ഇരിങ്ങല്ലൂരിനെ പോലെയുള്ള ബ്ലൂ ഐഡികൾ ഉണ്ടെങ്കിൽ കുറച്ച് ആളുകൾ IAP-ക്കാരുടെ ക്ലാസ് റൂമിൽ ID ഇട്ട് കൊടുക്കേണ്ടതാണെന്ന് അറിയിക്കുന്നു. കാണുമ്പോൾ സങ്കടം തോന്നുന്നു. അതുകൊണ്ടാണ്, വേറൊന്നും വിചാരിക്കരുത്. പിന്നെ അപ്പൊ മോനാനു, നിങ്ങളോട് പറയാനുള്ളത്, ഉസ്താദിനോട് നിങ്ങൾ ചോദിച്ച സകല ചോദ്യങ്ങൾക്കും ഉസ്താദ് മറുപടി പറഞ്ഞിട്ടുണ്ട്. അവസാനം നിങ്ങൾ AR മാറ്റിയിട്ട് ARCKP എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പാറക്കടവ് വിഷയത്തിൽ ഞാൻ 3 ആളുകളെ കുറിച്ച് ആരോപണം ഉന്നയിച്ചു, വ്യഭിചാരാരോപണം ഉന്നയിച്ചു എന്ന് നിങ്ങൾ എന്റെ പേരിൽ പച്ചക്കളവ് പറഞ്ഞു. ആരോപണ വിധേയനായ ഞാൻ അതിന് മറുപടി പറഞ്ഞു. എനിക്ക് ആ 3 ആളുടെ പേര് തന്നെ അറിയില്ല. 3 ആളുകളുടെ ഞാൻ വിചാരിച്ചു നിങ്ങളെ പോക്ക് മിക്കവാറും APന്റെ അടുത്തേക്കായിരിക്കും എന്നാണ്. പക്ഷെ അതിൽ നിങ്ങൾ ഉടണ്ട് മാറി. കാരണം എന്റെ ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഫരീദ് ഉസ്താദ് പറഞ്ഞു, പീഡിപ്പിച്ച ആളോ പീഡനത്തിന് ഇരയായ ആളോ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാലും മതി എന്ന് പറഞ്ഞു. നിങ്ങൾ കുടുങ്ങി, നിങ്ങൾ കുടുങ്ങിയത്. അതുകൊണ്ട് നിങ്ങൾ നേരെ കോട്ടുള്ളിയിൽ നിന്ന് നേരെ പാറക്കടവിലേക്ക് ഒരൊറ്റ ചാട്ടാണ്. ആരും നിങ്ങൾ രക്ഷപ്പെടൂല. നിങ്ങൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ജാഫർ സാഹിബ് പറഞ്ഞതുപോലെ ഞാൻ ആ ആളുകൾ 3 ആളുകൾ നിങ്ങൾ പറയുന്നുണ്ട്, ജാഫർ സാഹിബ് കൂട്ടി പറഞ്ഞതാണ്. വേണ്ട, ഒരാളുടെ പേര് പറഞ്ഞിട്ട് ഞാൻ ആരോപണം ഉന്നയിച്ചതായിട്ടുള്ള ക്ലിപ്പ് നിങ്ങൾ കേൾപ്പിച്ചാൽ മതി. 3 ആളുകൾ പറഞ്ഞതായിട്ട് കേൾപ്പിക്കണ്ട. ഹലോ, സംശുദ്ധി ARCKP തങ്ങളോട് സംസാരിക്കാനായിട്ടില്ല. കാരണം തങ്ങൾ ഫോൺ നമ്മോട് കൂടെ സംസാരിക്കുന്ന ഇല്ല. മോനാനും നിങ്ങളുടെ ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഫരീദ് ഉസ്താദിനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, ഒന്നിനും ഞാൻ ഇടപെട്ടില്ല. അവസാനം നിങ്ങൾ എന്റെ പേര് പരാമർശിച്ചു, അപ്പൊ ഞാൻ ഇടപെടണ്ടേ? നിങ്ങൾ എനിക്കെതിരെ ഇല്ലാതൊരു ആരോപണം ഉന്നയിച്ചു, എന്റെ പേര് ഉദ്ധരിച്ചു. അപ്പോഴാണ് ഞാൻ അത് നിഷേധിച്ചുകൊണ്ട് മൈക്കിൽ വന്നത്. മൈക്ക് റിലീസ് ചെയ്യുന്നത് ശംസുദ്ദീൻ ഫരീദ് ഉസ്താദ് തന്നെ കൈപൊക്കിയിരുന്ന മൈക്ക് റിലീസ്.
മോനാനും മൈക്കിൽ വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടല്ല വന്നിട്ടുള്ളത്. മോനാന് വന്നിട്ടുള്ളത് പഠിക്കാനല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിപ്പോ അവസാനം പറഞ്ഞപ്പോ അദ്ദേഹം പറയുകയും ചെയ്തു, എല്ലാവർക്കും പഠിക്കാലോ, എനിക്കും പഠിക്കാലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയേണ്ടത് നാവിലൂടെ എപ്പോഴെങ്കിലും അറിയാതെങ്കിലും കൊണ്ടുവരും. പഠിക്കാൻ ഈ ക്ലാസ് റൂമിലേക്ക് വരൂലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവസാനം അദ്ദേഹം തന്നെ പറയുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം മനഃപൂർവ്വം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പഠിക്കാനല്ല വന്നിട്ടുള്ളത് എന്നാണ്. ഈ ക്ലാസ് റൂമിൽ ആ ചോദ്യത്തിന്റെ മറുപടി അറിയാത്തവരായിട്ട് ആരുമില്ല. കഴുഫ് പറഞ്ഞതിന്റെ ഹുക്കുമ് അവൻ ഫിസ്കിലേക്ക് ചേർക്കപ്പെട്ടവനാണ്. അത് ഇവിടെ ARCKP പറഞ്ഞതുപോലെ പറയുന്നതിനല്ല. മൂന്നാനു പഠിച്ചെടുത്ത് പോയിട്ട് ഒന്നും കൂടെ പഠിച്ചിട്ട് വരാം. ഇവിടെ ARCKP പറഞ്ഞതുപോലെ വിഷയങ്ങളിൽ ആരോപണം ഉന്നയിച്ചാൽ അവനെ കഴുഫടിക്കാൻ ഇസ്ലാമിൽ ഒരു തരത്തിലും വിധിയില്ല, ഒരു തരത്തിലും ന്യായമില്ല. അങ്ങനെ ഇസ്ലാമിൽ ഒരു ഹുക്കുമില്ല. പഠിച്ചെടുത്ത് പോയിട്ട് ഒന്നും കൂടെ കിതാബ് ചോദിച്ചിട്ട് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വരാം. ബാക്കി എന്താണെന്ന് അപ്പൊ പറഞ്ഞിട്ടുണ്ട്. സംശയ പോകാനായിട്ടില്ലല്ലോ, നിങ്ങൾക്ക് അർജന്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. പക്ഷെ എനിക്ക് വിഷയം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു പോയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് അദ്ദേഹം പറയട്ടെ, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നേ നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറയൂ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വിധി എന്ത്, അങ്ങനെ പറയുന്നതിന്റെ വിധി എന്ത്, നിങ്ങളിൽ ആരങ്ങനെ പറയാറുണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാലോ. ആവുന്നേ ഉള്ളൂ. വിഷയത്തിൽ നിങ്ങൾ ഒളിച്ചു കൊടുന്നേ വിഷയത്തിൽ ഞങ്ങൾ കേൾക്കുന്നവർ, ഞങ്ങൾ ഈ ഒരുപാട് വട്ടം കേട്ടവരായി അതിന് തീരുമാനം എടുക്കേണ്ടത്. നിങ്ങൾ പിന്നെ എന്റെ പേരിൽ ആരോപണം ഉന്നയിക്കുകയാണ്. ഞാൻ പറഞ്ഞു സുഹൃത്തെ, ഞാൻ തൊട്ടുമുമ്പ് മൈക്കെടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പേരെടുത്തുകൊണ്ട് ഒരാളുടെ പേര് ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നിഷേധിച്ചു ആ വിഷയം. മൈക്കൽ നിഷേധിച്ചു ശംസുദ്ദീൻ ബൈജു ഉസ്താദിനോട്. ഒരു മിനിറ്റ്, ഇയാള് പാറക്കട പറഞ്ഞല്ലോ, ആ കുട്ടിയാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. ആ കുട്ടിയാണ് ഇന്ന സക്കാഫിന്റെ മോനാണ് എന്നെ പീഡിപ്പിച്ചത്, ആപ്പാന്റെ പേര് തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് ആ കുട്ടിയുടെ തെളിവെടുപ്പില്. അപ്പൊ അവിടുത്തെ വിധി എന്താണ്? അമീർ ഇത്ര ഇന്നും സക്കാഫിന്റെ മോനാണ് 4 വയസ്സായ കുട്ടി പറഞ്ഞെന്നൊക്കെ പറഞ്ഞാണ്ട് ഒപ്പിക്കല്ലേ? ഉള്ളത് പറഞ്ഞോ, അത് വിഷയം അതന്നെയാണ്. എന്റെ അടുത്ത് എത്ര വിഷയമാണ്. ഇയാൾക്ക് പുതിയതായിട്ടൊന്നും പറയാനില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. അയാളാ പറഞ്ഞുമ്പോ തന്നെ ഉരുളാണ്. അതുകൊണ്ട് അയാൾക്ക് കൂടുതൽ സമയം അനുവദിക്കുന്നതില് സമയം 11:45. മോനാന് ചോദിച്ച അവസാനത്തെ ചോദ്യത്തിനും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ പറയുന്നു. ഒരാൾ മറ്റൊരാളെ വ്യക്തിപരമായി ഇന്നയാൾ വ്യഭിചരിച്ചു എന്ന് ഒരു മുഅയ്യനായ വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ മുഅയ്യനായ ഒന്നിലധികം വ്യക്തികളെ കുറിച്ച് പറയുമ്പോഴാണ് അയാൾക്കെതിരിൽ ഈ പറഞ്ഞ ഹുക്കുമൊക്കെ ഉണ്ടാവുക. അങ്ങനെയാകുമ്പോൾ അയാൾ ഫാസിഖാണ് എന്ന് പറയും. അതൊരു മുഅയ്യനായ വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ മുഅയ്യനായ ഒന്നിലധികം ആളുകളെ കുറിച്ച് പറയുമ്പോഴാണ്. പൊതുവായ ഒരു സംസാരത്തിൽ ഒരിക്കലും നിങ്ങൾ പറഞ്ഞതുപോലുള്ള
വിധി വരികയില്ല. അതുകൊണ്ട് വെറുതെ ആളുകളുടെ സമയം മെനക്കെടുത്തരുത്. മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിരല് വേറൊരാളെ നേരെ ചൂണ്ടുമ്പോൾ ബാക്കി 3 വിരല് നിങ്ങളുടെ നേരെയാണ് വരുന്നത് എന്ന് മറക്കാതിരിക്കുക. അതുകൊണ്ട് അത്തരത്തിലുള്ള അനാവശ്യമായ കാര്യങ്ങളിലേക്കൊന്നും സമയം ചെലവഴിക്കാതെ, ഇവിടെ ഒരുപാട് വേറെ വിഷയങ്ങൾ സംസാരിക്കാനുണ്ടേ. നിങ്ങളിപ്പോ ഇത്രയും ആൾക്കാരെ ഇരുത്തിയിട്ട് പറയേണ്ട ഒരു വിലപ്പെട്ട വിഷയമൊന്നുമല്ല ഇപ്പത്. അതിലേറെ എത്രയോ ഗൗരവപ്പെട്ട വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ട് പുതിയ വല്ലതും ഉണ്ടെങ്കിൽ അത് പറയാം. ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ക്ലാസ് റൂമിലുള്ള ആളുകളൊക്കെ അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും ഇനി ARCKP ചർച്ച നയിക്കുന്നതാണ് ഞാൻ തൽക്കാലം റിലീസ് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ വേണ്ട രീതിയിൽ മനസ്സിലാക്കി സത്യസന്ധമായി കാര്യങ്ങളെ വിലയിരുത്താൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അനാവശ്യമായ കാര്യങ്ങൾക്കൊന്നും ഒരു ഉപയോഗമില്ലെങ്കിൽ ഒന്നുകിൽ സ്വന്തത്തിന് ഉപയോഗം വേണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും നേട്ടം വേണം. ഇതൊന്നുമില്ലാതെ നമ്മൾ സമയം ചെലവഴിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് മറ്റു വിഷയങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവരണമെന്ന് വിനീത്. ഇതൊക്കെ ഓരോ വ്യക്തികളെ ആക്ഷേപിക്കുന്ന കാര്യമാണ്. അതിലൊന്നും വലിയ കാര്യമല്ല. ഇവിടെ ക്ലാസ് റൂമിന്റെ അഡ്മിൻ എന്ന നിലക്ക് ARCKP പ്രസ്ഥാന വിരോധികളായ പല ആളുകളെയും അദ്ദേഹത്തിന് എതിർക്കേണ്ടി വരും. അത് അദ്ദേഹത്തിന്റെ ചുമതലയാണ്. അതൊന്നും വ്യക്തിപരമായ ആക്ഷേപങ്ങളല്ല. വ്യക്തിപരമായി എന്നെ ഒരു വ്യക്തി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. ക്ലാസ് റൂമിലുള്ള മറ്റു ആളുകളും അത് പറഞ്ഞു. അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു A ഇന്നത് ചെയ്തു, B ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞ് പിന്നെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കേണ്ടതില്ല. ഇവിടെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. അങ്ങനെ ഒരു കാര്യം ഇല്ല എന്ന് ARCKP പറഞ്ഞു. മോനാനുവിന്റെ ആരോപണത്തെ അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഇനി ചർച്ച ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുന്നു. ARCKP മൈക്കിലേക്ക് വരണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പൊ സംശയം ബാക്കിയുണ്ട് ഉസ്താദെ. പേരെടുത്തുകൊണ്ട് മുനീർ എന്ന ക്ലീനറാണ് പീഡിപ്പിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ക്ലിപ്പുണ്ട് വീഡിയോ സഹിതം. അപ്പൊ അയാളെ വിധി എന്താണെന്ന് ഇപ്പൊ ഇതിന് ജനങ്ങൾക്ക് ഊഹിക്കാറില്ലേ? കാരണം നമ്മൾ വെറുതെ ഒരു ചർച്ച കൊണ്ട് മോനാനിന്റെ ചർച്ച മോനാനിന് ഉപകാരമില്ലെങ്കിലും ആകെ മോനാനുണ്ട് കൈയടിക്കളി ലിബു എന്നാണ് ഐഡിയ. അയാളെ പരീത്ത ഐഡിയ മാത്രം, ഒരു മനുഷ്യൻ മാത്രം, വേറെ ആരും. പണ്ട് കുട്ടിക്ക് കൈയടിക്കാൻ വേണ്ടി വാപ്പ സ്റ്റേജിൽ കുത്തിർന്ന മാതിരി വേറെ ആരും കഴിഞ്ഞിട്ട് ഒരു ലിബുണ്ട്. സ്വന്തം ഐഡിയ ആണ്, വേറെ ആരുമല്ല. പക്ഷെ പേരോടിന്റെ വിധി ഇപ്പൊ ഇതിൽ പെടൂലേ എന്ന് എനിക്ക് മറ്റുള്ളൊരു അഭിപ്രായം കൂടി അറിയണം. അസ്സലാമു അലൈക്കും. ARCKP മൈക്കിൽ വരാം. ജസാക്കുമുല്ലാഹു ഖൈറൻ. ശംസുദ്ദീൻ ഫൈസി ഉസ്താദ് ബുദ്ധിമുട്ടിക്കുന്നതിന് ക്ഷമ ചോദിക്കുന്നു. ഒരേ ഒരു ചെറിയ ചോദ്യം, ഏതായാലും ഫിഖ് മസ്അല അല്ലേ, ഒരേ ഒരു സംശയം മോനാനു കൊണ്ടെത്തിച്ചതിന് മോനാനോട് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഒരേ ഒരു സംശയം. എനിക്കിങ്ങനെ ഊഹ വെച്ചിട്ടുള്ള ആ ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. ഒരു A, ഒരു B, ഒരു C നേരിട്ട് ചോദിക്കുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ് അയാൾ കളവ് പറഞ്ഞിട്ടുണ്ട്. അയാളിന് തൗബ ചെയ്താലും, തൗബ ചെയ്തിട്ടില്ലെങ്കിൽ എന്നല്ല, അയാളിന് തൗബ ചെയ്താലും അയാളെ സാക്ഷിക്ക് പറ്റുമോ? ചോദ്യം അതാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ട്. അയാളിന് തൗബ ചെയ്താലും അയാളെ സാക്ഷിക്ക് പറ്റുമോ? അതിന് ഉസ്താദ് ഒന്നും മറുപടി പറയണം. ചുരുക്കി പറഞ്ഞാലും മതി. മൈക്ക് റിലീസ് ചെയ്യും.
ഉസ്താദ് വരുന്നതിന് മുമ്പ് ഒരു ഒറ്റ സെക്കൻഡ് നാളഞ്ഞു പോയപ്പോ ഒന്നാണ്ട് മോനാനും തള്ളർച്ച കുറിച്ച് പറയല്ലേ അച്ഛൻ പറയാം. ഈ റൂമിൽ ആ 3 കുട്ടികളുടെ പേരിൽ പേരെടുത്ത് പറയാതെ ആ 3 കുട്ടികൾ ആ ഒരു പിഞ്ചു ചിന്തി നാവുകൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? ആ മൂന്ന് കുട്ടികൾ ഒരു പിഞ്ചു കുട്ടിയെ വികാരത്തിന് വേണ്ടി പിച്ചു ചിന്തി നാവുകൊണ്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് പറ. അതിന് ഞാൻ മറുപടി നേരത്തെയും പറഞ്ഞിരുന്നു മോനാനു. ആ കുട്ടിയും ആ കുട്ടിയുടെ പിതാവും പറഞ്ഞ വാക്കുകൾ, ആ ഇക്കായത്തുകൾ ഞാൻ എടുത്തുദ്ധരിച്ചിട്ടുണ്ട് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. കാരണം അവിടെ അങ്ങനെ ഒരു പീഡനം നടന്ന് AP വിഭാഗക്കാർ അല്ലെങ്കിൽ തന്നെ AP വിഭാഗക്കാരിൽ അധിക പേരും ഇത്തരത്തിലുള്ള AP അടക്കം ഇത്തരത്തിലുള്ള ആരോപണ വിധേയരായിട്ടുള്ള ആളുകളാണ്. ലൈംഗിക പീഡനം AP വിഭാഗത്തിന് തലവേദനയാകുന്നു എന്ന് പത്രങ്ങളിൽ അടക്കം വന്നതാണ്. അതിന്റെ കട്ടിങ് എന്റെ കയ്യിലുണ്ട്. അപ്പോ അത്തരത്തിൽ വീണ്ടും നാണം കെട്ട് പോയപ്പോ അവർ അത് പെട്ടെന്ന് ഞങ്ങളുടെ തലയിലിടാൻ വേണ്ടിയിട്ട് ഈ എതിർ സംഘടനയിൽപ്പെട്ട ആളുകൾ ഞങ്ങൾക്കെതിരെ അസൂയ കൊണ്ട് ആരോപണം ഉന്നയിച്ചതാണെന്ന് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും അതിന് ഞങ്ങൾക്ക് മറുപടി പറയേണ്ടി വന്നു. ആ മറുപടിയിൽ ആ കുട്ടിയും കുട്ടിയുടെ പിതാവും പറഞ്ഞ കാര്യങ്ങൾ ഉദ്ധരിക്കുകയാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. അത് അവരുടെ ഇക്കാലത്ത് അതുപോലെ ഇവിടെ പറഞ്ഞു എന്നതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെയും പറഞ്ഞു, ആ കുട്ടികളുടെ പേര് പോലും എനിക്കറിയില്ല. ആ കുട്ടികളുടെ പേരെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ആ കുട്ടി പീഡിപ്പിച്ചു ഞാൻ കണ്ടുവെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. ആ കുട്ടിയും പീഡനത്തിനിരയായ കുട്ടിയും കുട്ടിയുടെ പിതാവും പറഞ്ഞ കാര്യങ്ങൾ എടുത്തുദ്ധരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ശംസുദ്ദീൻ ഫൈസി ഉസ്താദിന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ബാക്കിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരിക്കൽ കളവ് പറയുകയും പിന്നീട് തൗബ ചെയ്താൽ തന്നെ അയാളുടെ സാക്ഷ്യം പറ്റുമോ? കാന്തപുരത്തിനെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അടങ്ങാപ്പുഴയിൽ അങ്ങനെ ഒന്നുമല്ല. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. മൈക്ക് റിലീസ് ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാന് പോകാനിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ കദിബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. മനഃപൂർവ്വം ആരെങ്കിലും എന്റെ മേൽ കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ നിന്നുള്ള അവന്റെ ഇരിപ്പിടം തയ്യാർ ചെയ്തു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മനഃപൂർവ്വം ഒരാള് കളവ് പറഞ്ഞാൽ അവൻ നരകത്തിലാണ് എന്നാണ് ആ ഹദീസിന്റെ വ്യക്തമായ അർത്ഥം. അതിന്റെ വിശദീകരണമല്ല, അതിന്റെ നേരെയുള്ള ലഫ്ള് ലഫ്ള് മാനയാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പല ഇമാമിയങ്ങളും ഹാദാ വഈദുൻ ശദീദുൻ യുഫീദു അന്നൽ കദിബ അലൈഹി മിൻ അക്ബരിൽ ഖബായിരി ബൽ അദ്ദഹു ബഅ്ളുഹും മിനൽ കുഫ്രി. ഏറ്റവും വലിയ തെറ്റാണത് എന്ന് ചില പണ്ഡിതന്മാരും മറ്റു ചിലർ അത് കാഫിറാകാൻ കാരണമാണ് എന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞ വ്യക്തിയുടെ ഹുക്മാണ് ഞാൻ പറയുന്നത്. വതഅമ്മുദുൽ കദിബി അലൈഹി മിൻ അക്ബരിൽ കബായിരി ബൽ അദ്ദഹു ബഅ്ളുഹും മിനൽ കുഫ്രി. ചില പണ്ഡിതന്മാർ അത് വൻകുറ്റമാണ് എന്നും മറ്റു ചിലർ അത് കാഫിറാകാൻ കാരണമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. വതഅമ്മുദുൽ കദിബി അലല്ലാഹി വറസൂലിഹി ഫി തഹരീമി ഹലാലിൻ ഔ അക്സിഹി കുഫ്റുൻ മഹ്ലുൻ. ഇത് മറ്റൊരു കാര്യമാണ്.
ഒരു ഹലാലിനെ ഹറാമാക്കുന്ന വിഷയത്തിലാണ് പറഞ്ഞതെങ്കിൽ അത് കാഫിറാണ് എന്നുള്ളത് എല്ലാവരും പറയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞവൻ കാഫിറാണ് എന്നാണ് ഇമാം ജുവൈനിയെ തൊട്ട് മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കളവ് പറയുന്ന വ്യക്തിയുടെ ഹുക്കുമാണ് ഞാൻ പറയുന്നത്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നത്, അവൻ ഫാസിഖാണ്, വതുറദ്ദു ഷഹാദത്തുഹു, അവന് സാക്ഷിക്ക് പറ്റില്ല, വരിവായത്തുഹു, അവന് ഹദീസ് റിവായത്ത് ചെയ്യാൻ പറ്റില്ല, വലൗ താബ, അവൻ തൗബ ചെയ്താലും, വഹസനത്ത് ഹാലുഹു, പിന്നെ നന്നായി ജീവിച്ചാലും ശരി അവനെ സാക്ഷിക്ക് പറ്റില്ല, അവന്റെ ഫിസ്ക് ബാക്കിയാകുന്നതാണ്. തഗ്ലീദൻ അലൈഹി, അവൻ ചെയ്ത കാര്യം അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കളവ് പറയുക എന്ന കാര്യം അത്രമാത്രം ഗൗരവമാണ് എന്നതിനാൽ എന്ന് മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെയാണ് തൽവിഷയകമായി നമുക്ക് പറയാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞ വ്യക്തിയുടെ ഹുക്കുമാണ് ഇവിടെ പറഞ്ഞത്. പല പണ്ഡിതന്മാരും പല അഭിപ്രായങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. കാഫിറാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നത്, യുഫസ്സഖു, അവനെ ഫിസ്കിലേക്ക് ചേർക്കപ്പെടുന്നതാണ്, വതുറദ്ദു ഷഹാദത്തുഹു, അവന്റെ സാക്ഷിത്വം മടക്കപ്പെടുന്നതാണ്, അഥവാ അവനെ സാക്ഷി നിൽക്കാൻ പറ്റില്ല, അവന്റെ ഷഹാദത്ത് അംഗീകരിക്കുന്നതല്ല, ഒരു വിഷയത്തിലും അവനെ സാക്ഷി നിർത്താൻ പറ്റില്ല. വരിവായത്തുഹു, അവന് ഹദീസ് റിവായത്ത് ചെയ്യാനും പറ്റില്ല, വലൗ താബ, അവൻ തൗബ ചെയ്താലും ശരി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മത്തിന്റെ ഇസ്സത്തിന് വേണ്ടി നിലകൊള്ളാൻ നമ്മുടെ ക്ലാസ് റൂമിനും അതിന്റെ സാരഥികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ തൽക്കാലം റിലീസ് ചെയ്യുന്നു, സമയം അതിക്രമിച്ചിട്ടുണ്ട്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മോനാനു അനാവശ്യമായ ചർച്ചയ്ക്ക് വേണ്ടി ഇനി മൈക്കിലേക്ക് വരരുത് എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളോട് വെറുപ്പുള്ളതൊന്നുമല്ല, ഇത് അർദ്ധരാത്രിയാണ്. ഈ സമയത്ത് അത്യാവശ്യമായ കാര്യം മാത്രം സംസാരിക്കുക, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. പോകാറുള്ളത് അപ്പൊ മറുപടി കിട്ടിയില്ലേ? ഒന്ന് പെൻഷനിൽ പറയാൻ പാടില്ല പറഞ്ഞു. അൽഹംദുലില്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ ശംസുദ്ദീൻ ഫൈസി ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മോനാനു അവറുകൾ, നിങ്ങളെ കൊണ്ടാണ് നമുക്ക് ആ ഉത്തരം ഇന്ന് കിട്ടിയത്. ഞാൻ പേരെടുത്ത് തന്നെ ചോദിച്ചു, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞ മനുഷ്യനാണ്. പിന്നെ ചില ആളുകൾക്ക് ഒരു സംശയം, അയാൾ രാത്രി പെട്ടെന്ന് തൗബ ചെയ്തിട്ടുണ്ടെങ്കിലോ, എന്നാലും അയാളെ സാക്ഷിക്ക് പറ്റൂല എന്നുള്ള വളരെ വിശദീകരിച്ചുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഫൈസി ഉസ്താദിന്റെ ഉത്തരം കിട്ടി. വളരെ സന്തോഷമുണ്ട്. അതിന് കാരണക്കാരനായ മോനാനുവിന് 2 മലപ്പുറത്തിന്റെ ബുക്കും ഇതിന്റെ കൂടെ തരുന്നു. പിന്നെ മോനാനു, പിന്നെ നിങ്ങൾക്ക് ഞാനൊരു നസീഹത്ത് തരികയാണ്. നിങ്ങൾക്ക് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ആവേശപ്പുറത്ത് നാളെ ഇനി ഏപ്പിനെ വിളിച്ചിട്ട് നിക്കാഹ് ഏൽപ്പിക്കാൻ നിൽക്കണ്ട, നിക്കാഹ് സാധുവാവുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വേണമെങ്കിൽ ARCKപ്പിനെ വിളിച്ചോ, ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വന്നിട്ട് കഴിപ്പിച്ചു തരും എന്ന് എന്റെ പ്രിയപ്പെട്ട മോനാനുവിനെ അറിയിക്കുന്നു. ഏതായിരുന്നാലും വളരെ സന്തോഷമുണ്ട് മോനാനു ചർച്ചയിൽ ഇടപഴകിയതിന്. പിന്നെ
അതുപോലെ തന്നെ എല്ലാവർക്കും, പിന്നെ ചില ആളുകൾക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മോനാനൂന് മൈക്ക് കൊടുക്കുന്ന കാര്യത്തില് പിന്നെ നമ്മൾ അൻവർ ഖത്തറിൽ നിന്ന് വിളിച്ചു, ഫോൺ വിളിച്ചു. അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ PM അടിച്ചു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിന്നെ അവർ സാധുക്കളാണ്, പാവങ്ങളാണ്. അവർക്ക് അത്തരത്തിലുള്ള ചില പിന്നെ തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് അവർ അത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ ചോദിക്കുന്നത്. അവർക്കത് പൊട്ടത്തരമായിട്ട് തോന്നുന്നില്ല. അവർ വിചാരിക്കുന്നത് വലിയ ചോദ്യമാണെന്ന് വിചാരിച്ചിട്ടാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ അവരെ അത് പൊട്ടത്തരമാണ്, അത് അങ്ങനെയല്ല, ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കലാണ് നമ്മുടെ ബാധ്യത. വിവരം അവർക്കുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവർ കുരുത്തം കെട്ട കാന്തപുരത്തിന്റെ കൂടെ പോകുമായിരുന്നില്ല. വിവരമില്ലാത്തത് കൊണ്ടാണ് അവരുടെ കൂടെ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും, ചിലപ്പം ആളുകൾക്ക് പിന്നെ മുഷിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ മാനവികത വിട്ടുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ നടത്തുമ്പോൾ അഡ്മിന്മാർ അവരെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ റേഡിയോ പ്രേക്ഷകരും അതുപോലെ മറ്റു പ്രവർത്തകരൊക്കെ ആ കാര്യത്തിൽ ബേജാറാകേണ്ടതില്ല എന്നറിയിച്ചുകൊണ്ട് ഒന്നുകൂടി നമ്മുടെ മോനാനുവിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ തക്ക സമയത്ത് ഇടപെട്ടുകൊണ്ട് ചർച്ച ഗംഭീരമാക്കിയ ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഫൈസി ഉസ്താദിന് അള്ളാഹു ഇഹത്തിലും പരത്തിലും വിജയിയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മളെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അദ്ദേഹത്തിനെയും ഞങ്ങൾക്കും നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെ ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും ബർക്കത്തും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. ആമീൻ എന്ന് സാന്ദര്യമായി ദുആ ചെയ്യുന്നു. മോനാനുവിനും പിന്നെ സത്യം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന്